ചോദിക്കും, ഒരു പൈങ്കിളി പ്രണയകഥ ജീവിതത്തിൽ ഇല്ലേ? ഒരുപാടുണ്ടല്ലോ എൻ്റെ ലോക്സ് എന്ന ബോധ എന്ന് പറഞ്ഞിട്ട്. എന്നെ പൊതുവെ എൻ്റെ അച്ഛൻ വളർത്തിയത് ഒരു ആൺകുട്ടിയായിട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് തൻ്റെ ഇടം കൂടി തന്നെയാണ് വളർത്തിയത്. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഇൻഡസ്ട്രിയിൽ വരണം, സിനിമ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ സ്റ്റിൽ ഹി ഡ്രീംസ് അബൌട്ട് ദാറ്റ്. അച്ഛനോട് പറഞ്ഞു ഹൈനെന്താ വെട്ടുമുടി, അങ്ങനെ അവിടെ നിർത്തി മുടി വെട്ടി ബോയ്ക്കട്ട് കയറി ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിച്ചു. അപ്പോൾ ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടമായി. ചില കുട്ടികൾ കുഞ്ഞിലെ തന്നെ വാസന ഉണ്ടാവും. എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഞാൻ കൊച്ചിലെ തൊട്ട് ഇങ്ങനെ കണ്ണൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് ഒരുങ്ങിയൊക്കെ നടന്ന്. അപ്പം എനിക്കൊരിക്കലും ഈ കലാപരമായിട്ടുള്ളതൊന്നും ട്യൂഷന് വിടുന്നത് മാത്രം എനിക്കിഷ്ടമല്ല. പഠിപ്പിന്റെ ഭാഗം മാത്രം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ചേച്ചിനെ ആദ്യം മുതലേ ആൾക്കാർ പറയാറുണ്ട് രജനീകാന്ത് നോർമലി കോൾ ചെയ്യാറുണ്ട്. എന്നെ വിളിക്കുന്നത് രജനീകാന്ത്. ഐ ആം സൂപ്പർ പ്രൗഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ രജനീകാന്ത് എന്ന് വിളിക്കുമ്പോൾ. ആസിഫിക്ക ഇല്ലേ, ആസിഫ് അലി, ആസിഫിക്കയാണ് ഫസ്റ്റ് രജനീകാന്ത് എന്ന് വിളിച്ചത്. സ്കൂളിലൊക്കെ പിള്ളേർ വിളിക്കും സൂപ്പർ സ്റ്റാർ, പടയപ്പ, അതൊക്കെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ ആസിഫിക്കയാണ് എന്നെ ഫസ്റ്റ് രജനീകാന്ത്, ഓയ് രജനീകാന്ത് എന്നാണ് എന്നെ വിളിക്കുക ആസിക. ഉനക്ക് യാര് എൻ കാതലി, എൻ കൺമണി, എൻ പൈങ്കിളി. ഹലോ, ഞങ്ങളൊന്ന് പ്രേമിച്ചാലോ എന്ന് വിചാരിച്ചതാണ്. നീ അടക്കി കയറിയാ എന്തിനാ? സോ സോറി. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഫസ്റ്റ് തന്നെ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഈശോ അറിയോ, എന്തിനു ചോദിച്ചു എന്ന് ചോദിക്കുന്നുണ്ടോ? എന്തിനു വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ പറയരുത്. അല്ല, ഒരു പൈങ്കിളി എന്നുള്ള പേര് കൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കും, ഒരു പൈങ്കിളി പ്രണയകഥ ജീവിതത്തിൽ ഇല്ലേ? ഇഷ്ടം പോലെ ഒരുപാടുണ്ടല്ലോ എൻ്റെ ലോക്സ് എന്ന ബോധ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് ലൈക്ക് ഉണ്ട്, പ്രേമിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. തേപ്പൊന്നൊന്നുമില്ല കേട്ടോ. തേപ്പായിട്ട് ഉണ്ട്, തേപ്പും കഥയും ഉണ്ട്. ബട്ട് സ്റ്റിൽ യെസ് ഉണ്ട്. പ്രേമിച്ചില്ലെങ്കിൽ വി ആർ നോട്ട് ആൻ ആർട്ടിസ്റ്റ്. നമുക്കൊരു ആർട്ട് ഫോമാണ് ശരിക്കും ലവ് എന്ന് പറഞ്ഞത്. ലവ് ഇസ് എൻ ആർട്ട്. അപ്പം അതിൻ്റെ ഒരു മനോഹാരിതയിൽ എൻജോയ് ചെയ്യുക. അത് ഓരോ സ്റ്റേജിൽ. ഇപ്പോൾ 18ാമത്തെ വയസ്സിൽ പറയുന്ന പോലെ പൈങ്കിളി പ്രേമം. അപ്പം കണ്ണും കണ്ണും ആ സംഭവം നിങ്ങൾക്കതുണ്ടോ ജെൻസി കിഡ്സ്? ഇവൾക്ക് ഒരുപാടുണ്ട്. കണ്ണും കണ്ണും ഒന്നുമില്ല, DMDM അതെ, ഞങ്ങൾക്ക് DM പരിപാടിയാണ്. യെസ്, ഇറ്റ്സ് ഈസി. സിംഗിൾ, എനിക്ക് മെസ്സേജ് അയക്കാം. രണ്ടുപേരും സിംഗിൾ ആണ്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്റെ കാര്യം പറയടാ, വേണ്ടാന്ന്. ഓക്കെ, കുട്ടി സിംഗിൾ അല്ല. സിറ്റുവേഷൻ ഷിപ്പ് ഉണ്ടല്ലോ, ആ ഷിപ്പെല്ലാം നിരത്തി. മൈ ലൈഫ് ഈസ് കോംപ്ലിക്കേറ്റഡ് ബ്രോ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ എനിവേ, അപ്പൊ ഈ പറയുന്നത് പോലെ നമുക്ക് there is അതിലൊരു എടുത്തു പറയാൻ പറ്റിയ സ്റ്റോറി ഒന്നും അതായത് നമുക്ക് കേട്ടിരിക്കുമ്പോ ഇങ്ങനെ പ്രേമ സിനിമയെ പോലെ എന്തെങ്കിലും ഒരു കഥയുണ്ടോ? നല്ലൊരു കഥ, നല്ല മനോഹരമായ കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാനൊരു രസകരമായിട്ടുള്ള കഥ പറയാം. ഇതെനിക്ക് തോന്നുന്നു ഞാൻ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വൺസ് എന്ന് തോന്നുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ലൈഫ് പ്രേമം എപ്പോഴും എന്ന് വെച്ചാൽ അതൊരു പ്യുവർ സോൾ പ്രേമമാണ്. നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളും 10ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രായമാണ്. പ്രണയം എക്സ്പ്ലോർ ചെയ്യണ പ്രായം. പ്രണയം എന്നൊന്നും അതിനെ വിളിക്കാൻ പറ്റില്ല. ആ വേർഡൊന്നും അവിടെ ആപ്റ്റല്ല. ഒരു ഇൻഫാക്ച്വേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് നമുക്കത് പ്രേമമായിരുന്നു. ഇവരെ കെട്ടണം, ഇവരെ നമ്മള് അച്ഛനും അമ്മയൊക്കെ ജീവിക്കുന്ന പോലെ നമ്മൾ ഒരുമിച്ച് കാറിൽ പോകുന്നു, നമ്മൾ കറങ്ങാൻ പോകുന്നു, കാശൊക്കെ മരത്തിൽ നിന്ന് വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഈ പറയുന്നത് പോലെ സോ കോൾഡ് പ്രേമമായിരുന്നു. അപ്പം എന്നെ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഈ പ്രപ്പോസ് ചെയ്ത പയ്യൻ, അവൻ്റെ പേര് പറയുന്നില്ല, പാവം, അവന് എന്തിനാ ദുരന്തം ഉണ്ടാക്കണേ. അപ്പം ആ പയ്യൻ സ്കൂളിലെ ക്രഷാണ്, മറ്റേ നാഷണൽ ക്രഷ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ അവിടുത്തെ സ്കൂളിലെ ക്രഷാണ്. അവൻ ഭയങ്കര സ്പോർട്സിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവനെ കണ്ടാൽ ഒന്ന് നോക്കും, ഇവൻ്റെ ഓട്ടവും ഇവൻ്റെ ഫുൾ ഫിസിക്കും ഒക്കെ കാണുമ്പോൾ ഒന്ന് നോക്കും. അങ്ങനെ പ്രപ്പോസ് ചെയ്തപ്പോൾ അങ്ങനെ ഒരു പയ്യൻ നമ്മളെ പ്രപ്പോസ് ചെയ്താൽ നമുക്കൊരു ഗത്തല്ലേ. അപ്പോൾ ഓക്കെ ഒക്കെ പറഞ്ഞു. അപ്പം ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ചെറുതായിട്ട് എഴുതി അങ്ങോട്ടും കൊടുക്കും, നീ ഫുഡ് കഴിച്ചോ, ഇന്ന് കോവയ്ക്കാൻ മെഴുക്കുവരട്ടിയായിരുന്നു. ഇതാണ് പ്രേമം, നീ അത് മനസ്സിലാക്കണം അത്. അപ്പോൾ അങ്ങനെ പ്രേമിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത്
എന്താ വെച്ചാൽ ഇറ്റ് ഗോസ് ഓൺ. ലുക്ക്, നമുക്ക് ചെറിയ ജലസി, വേറെ ഏതെങ്കിലും പെൺപിള്ളേർ പോയി നോട്ട്ബുക്ക് കൊടുക്കുമ്പം അതെനിക്കിഷ്ടമില്ല, അതെന്താ ഹോംവർക്ക് ചെയ്യാൻ നോട്ട്ബുക്ക് കൊടുത്തേ, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ അനിയനുണ്ട്, ഹീസ് 5 years യങ്ങർ ദാൻ മീ. അപ്പം അനിയൻ സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അനിയൻ ആണെങ്കിൽ ക്ലാസ്സിലെ ശ്രീകൃഷ്ണനാണ്. എല്ലാ പെൺപിള്ളേർക്കും ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ ഡെയിലി ഇരുന്ന് നാത്തൂന്മാരെ എണ്ണല, ഇതിലിപ്പോൾ ഏതെൻ്റെ നാത്തൂൻ എന്നും പറഞ്ഞിട്ട് എണ്ണലാണ് പരിപാടി. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ഇവൻ്റെ ഒരു ഫ്രണ്ടല്ല, അന്ന് ഇവൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഇവനെ കയറി ഇടിച്ചു. ഈ ക്ലാസ്മേറ്റ്, അവൻ്റെ പേര് ഞാൻ പറയാം, ശരത്ത്, അവൻ കയറി എൻ്റെ അനിയനെ ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫസ്റ്റ് ഡേ ചെന്ന് വാൺ ചെയ്തു, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവൻ കരഞ്ഞു. എൻ്റെ അനിയൻ കരയുന്നത് എനിക്ക് ഇഷ്ടമേ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം ഇവൻ കരഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ചെന്നോട് പറഞ്ഞു, അതെന്തിനാ ഇടിച്ചാൽ, ഡോണ്ട് ഡൂ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടീച്ചറിനോടും പറഞ്ഞു ഒന്ന് വാൺ ചെയ്യണം എന്നും പറഞ്ഞിട്ട്. അപ്പം ഇതെല്ലാം ഈ പെൺപിള്ളേരാണ് വന്ന് പറയുന്നത്, ചേച്ചി സംഗീതിനെ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വന്നു വാൺ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് പിറ്റേ ദിവസം ആയപ്പം ഇവൻ വീണ്ടും ഇടിച്ചു. അപ്പൊ ഇത് സഹിക്കോ നമ്മള്, ഈ പെമ്പട വീണ്ടും വന്നിട്ട് ചേച്ചി സംഗീത കരയണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്നിട്ട് ഓടി, എനിക്കപ്പത്തേക്ക് എനിക്ക് പൊളിഞ്ഞു. ഞാൻ ചെന്നിട്ട് ഇവനോട് ചോദിച്ചു, എടാ ശരത്തെ, നിന്നോട് ഞാൻ പറഞ്ഞാണോ അതോ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ടെന്ന് പറഞ്ഞു. നീ ആരോടി ചോദിക്കാം, നിന്റെ വീട്ടിൽ പോയി പറയടി. നീ ഈ പീക്കിരി ചെറുക്കൻ എന്നോട് പറയാ, ഞാൻ 10ാം ക്ലാസ്സിൽ, അവൻ 5ാം ക്ലാസ്സിൽ. അപ്പോഴേ കാരണം നോക്കി ഒരെണ്ണം കൊടുത്തു ഞാൻ. വാവ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പ്രിൻസിപ്പളിന്റെ റൂമിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർ വന്നു. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു, അങ്ങനെ കൈയൊക്കെ വെക്കാമോ, നമ്മളോട് പറയണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറഞ്ഞ ആരാണെങ്കിലും പ്രിൻസിപ്പൾ ആണെങ്കിലും ഞാൻ തല്ലും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ പ്രിൻസിപ്പളിന് ഒരു ധാരണ കിട്ടി, ശരി പോയിക്കോളൂ, നിങ്ങൾ ഇനി അടിയൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ശരത്ത് എൻ്റെ അനിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങൾ ഇപ്പോഴും ഹീസ് ലൈക്ക് എ ബ്രദർ. എനിക്കിപ്പോൾ ഒരു കാര്യം വന്നാലും ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്, ദേ ആർ ദ ഫസ്റ്റ് വൺ ടു നോ ആൻഡ് ഓൾ. ഞങ്ങൾ ഭയങ്കര ഒരു ഫാമിലി പോലെ ആയി. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ അടിയോടുകൂടി തിരിച്ചു വന്നപ്പം ഈ എൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, അവൻ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ടു, ഒരു ഗുണ്ടേനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. അങ്ങനെ എൻ്റെ പ്രേമം പൊളിഞ്ഞുപോയി. മതിയോ നിനക്ക് ഈ കഥ? നോർമലി ഇപ്പം എനിക്ക് എൻ്റെ ചേട്ടനാണ്, അപ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ചേട്ടന്മാര് വരുന്നേ കേട്ടിട്ടുള്ളൂ. ചേച്ചിയായിട്ട് ഒരാൾ വരുന്നത് ബ്രദറുണ്ട്, ബ്രദറിന്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ഇവരുടെ ഒരു സർക്കിൾ ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് സർക്കിളാണ് അവരുള്ളത്. കാരണം ഇവരെല്ലാം എൻ്റെ ബ്രദേഴ്സ് പോലെയാണ്. ഒരാളിപ്പോൾ ഇല്ല, ഒരാളിപ്പം ഈ റീസെൻ്റ്ലി 1 year ആകുന്നു ആക്സിഡൻറ്റിൽ നമ്മളെ വിട്ടു പോയത്. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് ഇവരെല്ലാം എനിക്ക് ബ്രദേഴ്സ് പോലെ തന്നെയാണ്. എൻ്റെ ഒരു പില്ലേഴ്സാണ്, സ്ട്രോങ് പില്ലേഴ്സ് പോലെയാണ്. ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എനിക്ക് കല്യാണമാകും. ഞാൻ അപ്പോഴേ ഇറങ്ങും, മറ്റേ കച്ചയും കെട്ടിയിട്ട്. അതിപ്പോൾ ആരെൻ്റെ ലൈഫിൽ നിന്ന് പോയാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ മറ്റേ കച്ചമുറുക്കി ഇറങ്ങും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പണ്ട് തൊട്ടേ. പിന്നെ ഇപ്പം ആലോചിക്കുമ്പം ദാറ്റ്സ് ഫോർ ഗുഡ്. തിരിച്ചു വന്നു കേട്ടോ, വർഷങ്ങൾക്കിപ്പുറം. ഞാൻ സക്സസ്ഫുള്ളി റിജക്ട് ചെയ്തു. ഒരു ഗുണ്ടേനെ പ്രേമിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ വേണ്ട, ഒരു ഗുണ്ട സ്വഭാവമാണ് എന്റെ. ക്യാരക്ടർ പറ്റില്ലെങ്കിൽ അവിടെ ഒഴിവാക്കണം, നമ്മൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ഒഴിവാക്കണം. നല്ല വിഷമമുണ്ടല്ലേ, എവിടേക്കോ എന്തോ ഉള്ളിലുണ്ട്. അതെ, എന്തോ ഉള്ളിലുണ്ട്. പോട്ടെ, സാരില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രേമകഥ. ചേച്ചി തുടങ്ങിയത് ബാലതാരമായി ആൺകുട്ടിയായിട്ട് അഭിനയിച്ചിട്ടാണ്. ഇവനാണോ 2 സീരിയലിൽ അഭിനയിച്ചിട്ടല്ലേ ചേച്ചി? 2 സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മുടിയൊക്കെ വെട്ടി. അത് ഈ പറയുന്നത് പോലെയാണ്. എന്നെ പൊതുവെ എൻ്റെ അച്ഛൻ വളർത്തിയത് ഒരു ആൺകുട്ടിയായിട്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് തൻ്റെടം കൂടി തന്നെയാണ് വളർത്തിയത്. അപ്പം ഈ പറയുന്ന പോലെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ഇൻഡസ്ട്രിയിൽ വരണം, സിനിമ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പോൾ സ്റ്റിൽ ഹി ഡ്രീംസ് അബൌട്ട് ദാറ്റ്. ഇതും പോരാ, നീ ഇങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹി ഹാസ് എ ഹയർ വിഷണറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അച്ഛൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ഫാദേഴ്സ് മാനിഫെസ്റ്റേഷൻ, എൻ്റെ അല്ല. എൻ്റെ പിന്നെ ഇവൻച്വലി ആയി വന്നു. പക്ഷെ ആ ടൈമിൽ നമുക്കൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഐ വാസ് ഇൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ ഒരു കസിനാണ് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അച്ഛൻ ചെന്നിട്ട് പറഞ്ഞു ഇവൾക്കും അഭിനയിക്കാൻ ഇതുണ്ട്, അവളെ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞു ഓക്കെ, ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സിറ്റ്കോം പോലത്തെ ഒരു സീരീസാണ്, കോമഡിയാണ്. അപ്പോൾ ഈ ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിയായിട്ടാണ് അഭിനയിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ മറ്റേ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിയാവാൻ റെഡിയായി. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിക്കാൻ വന്ന പയ്യൻ ചുമ്മാ വഴക്ക് പറയുമ്പോഴത്തേക്കും അഗസ്റ്റിൻ അങ്കിളാണ്, ആനഗസ്റ്റിൻ ഇല്ലേ, ആനഗസ്റ്റിൻ്റെ അച്ഛൻ, അഗസ്റ്റിൻ അങ്കിളാണ് അതിനകത്ത് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ. അപ്പോൾ ഇവർ വഴക്ക് പറയുമ്പോഴത്തേക്കും
ഈ ചെറുക്കൻ മുട്ടം കരച്ചില്ല. നമ്മൾ വീട്ടിലെ വഴക്കും ചിത്തവിളിയും കേട്ടോണ്ട് നമ്മളിത് കണ്ടിട്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇത് ടേക്ക് എടുക്കാൻ പറ്റുന്നില്ല. റീടേക്ക് പോകുന്നു, ഷൂട്ട് പോകുന്നില്ല. ഇന്നത്തെ പോലല്ല. ഇന്നിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡിലീറ്റ് ചെയ്താൽ മതി. അന്ന് ഈ പറയുന്ന പോലെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ടെൻഷനായി. അപ്പം നടക്കില്ല, ഈ കുട്ടീനെ കൊണ്ട് നടക്കില്ല. അപ്പം എനിക്ക് തന്ന പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർ ചോദിച്ചു, ആ ഡയറക്ടർ ഐ ഡോണ്ട് റിമെമ്പർ. അപ്പം പുള്ളി ചോദിച്ചു ഇവള് ചെയ്യിക്കാൻ പറ്റുമോ ഉണ്ണിക്കുട്ടനായിട്ട്. അപ്പം അന്ന് ആ വിഗിൻ്റെ പരിപാടിയൊന്നും അത്രയും പെട്ടെന്നല്ലേ. അപ്പം എൻ്റെ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം അന്നൊക്കെ സലൂൺ ഉണ്ടായി. അച്ഛനോടനെ പറഞ്ഞു ഹൈനെന്താ വെട്ടുമുടി. അങ്ങനെ അവിടെ നിർത്തി മുടി വെട്ടി ബോയ്ക്കട്ട് കയറി ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിച്ചു. അപ്പോൾ ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ അഗസ്റ്റിൻ അങ്കിൾ പറഞ്ഞു സൂര്യ TV-യിൽ ഒരു സീരിയൽ നിർത്താൻ പോവുകയാണ്. ബിക്കോസ് അന്ന് ഈ പറയുന്നത് പോലെ ഇപ്പം നമ്മുടെ കുട്ടികളെ എല്ലാവരും വളരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാക്കി, റീൽസ് ചെയ്യും, പാട്ട് പാടി. ഇതൊരു പ്രഷറാണ് ഇപ്പം പിള്ളേർക്ക്. കാരണം അവരും ഫേമസ് ആവണം എന്നുള്ള രീതിയിൽ അഭിനയിപ്പിക്കാനും ഒക്കെ ആയിട്ട് എല്ലാ പേരൻസും വില്ലിംഗ്ലി കൊണ്ടു നടക്കുക. അന്നത്തെ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നെ ഇങ്ങനെ ഔട്ട് ഗോയിങ് ആയിട്ട് കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അന്നത്തെ കാലത്ത് കുറച്ചും കൂടെ കൺസർവേറ്റീവ് ആയിരുന്നു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വേറെ പിള്ളേരെ ആരെയും കിട്ടുന്നില്ല. അപ്പം ഈ സംഗീത മോഹൻ ആക്ട്രസ് ശരത്തിനെ സംഗീത മോഹൻ അവരായിരുന്നു പേര്. അപ്പൊ അവരുടെ മോനായിട്ടാണ് വേണ്ടത്. അപ്പൊ ഈ മോനെ കിട്ടാത്തതുകൊണ്ട് ഇവര് സീരിയൽ നിർത്താൻ, കാരണം ഗർഭം കാണിച്ചു, ഇനി കുട്ടി വേണ്ടേ. അപ്പൊ അത് കാരണം നിർത്താനുള്ള പരിപാടിയിൽ നിന്നപ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ അഗസ്റ്റിൻ അങ്കിൾ പറഞ്ഞു മോനല്ല മോളാണ്, പക്ഷെ മോനായിട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് മാനസപുത്രി എന്ന് പറയുന്ന സീരിയല്, ഈ സീരിയൽ യെസ് ബൈക്ക് മാമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ സൂര്യ TV-യിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ പെൺകുട്ടിയായിട്ട് 8 സുന്ദരികൾ ഞാൻ വന്നു, സുന്ദരി കൽക്കട്ട ഹോസ്പിറ്റൽ, പിന്നെ കുറെ ഒരു ബഞ്ച് ഓഫ് സീരിയൽസ് ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടല്ലേ, കുറച്ചേറെ കഴിഞ്ഞിട്ട് ബിക്കോസ് ഞാൻ 2ാം ക്ലാസ്സിൽ തോറ്റുപോയായിരുന്നു. പോടാ കറക്റ്റടാ. അന്ന് എനിക്ക് വിചാരിച്ചു എന്തോ മലമറിക്കുന്ന സംഭവമാണ്, എന്നെ കൊണ്ട് ഇനി ലോകത്തിന് ഒന്നിനും കൊള്ളൂല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ബിക്കോസ് ഞാൻ ഈ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഐ വാസ് ഇൻ 2nd സ്റ്റാൻഡേർഡ്. അപ്പൊ ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ല അന്ന്. ആൻഡ് ഓൾസോ ഞാനത് മറ്റേ ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല, ഞാനൊരു മണ്ടിയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓക്കെ. അപ്പൊ അന്ന് ഈ പറയുന്നത് പോലെ നമുക്കപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഔട്ട് ഗോയിങ് കളിക്കാനൊക്കെ ഉള്ളത്. അപ്പം ഇവിടുന്ന് അമ്മ ഫോൺ ചെയ്ത് വിളിച്ചു പറയും. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്കെ പോയി അമ്മ നോട്ട് എഴുതിയിട്ട് അമ്മ ഫോൺ ചെയ്ത് അച്ഛനെ വിളിച്ചു പറയും. രാവിലത്തെ ടൈമിൽ അച്ഛൻ ഇരുന്ന് എഴുതും, എന്നിട്ട് അച്ഛൻ രാത്രി എന്നെ പഠിപ്പിക്കും ഇരുന്ന് എഴുതി. അപ്പം ദിസ് ഇസ് എ ടാസ്ക് ഇങ്ങനെ പോകുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പം ഐ വാസ് ഇൻ CBSE. അപ്പം അങ്ങനെ ഇതായി. അപ്പം അവർ പറഞ്ഞു 2nd സ്റ്റാൻഡേർഡ് അല്ലെ 3rd സ്റ്റാൻഡേർഡിലേക്ക് വിടാമെന്ന്. പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞു വേണ്ട, പഠിച്ചു പോയാൽ മതി, 2ാം ക്ലാസ്സിൽ ഒരിക്കൽ കൂടെ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ ഞാൻ 2ാം ക്ലാസ്സിൽ വീണ്ടും ഇരുന്ന് പഠിച്ചു. അച്ഛൻ ഹാസ് ഹിസ് ഓൺ ഐഡിയോളജി. കാരണം എനിക്ക് 10th കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സ്റ്റേറ്റ് സിലബസ് പോകാനായിരുന്നു താല്പര്യം. കാരണം പഠിത്ത അക്കാഡമിക് സൈഡിനേക്കാൾ കൂടുതൽ ഞാൻ എന്നിൽ കൂടുതൽ കഴിവ് കണ്ടിരുന്നത് ഡാൻസ്, ഓട്ടംതുള്ളൽ, പാട്ട്, അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്യലായിരുന്നു. അപ്പം സ്റ്റേറ്റിലാകുമ്പോൾ ഗ്രേസ് മാർക്ക് കിട്ടും. അപ്പം അങ്ങനെയെങ്കിലും രക്ഷപ്പെടാമല്ലോ +2-ലെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ അച്ഛൻ ദീർഘവീക്ഷണത്തെ കണ്ടു. CBSE നീ ഏത് സബ്ജക്ട് എടുത്താലും കുഴപ്പമില്ല, CBSE അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടാന്ന്. അവിടെയും ഞാൻ തിരിഞ്ഞു. യെസ്. അതുപോലെ ഡാൻസിന്റെ കാര്യം പറഞ്ഞു ചേച്ചി, കൂടുതലും ഡാൻസ് ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ ഫീൽഡിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്? അതിനെക്കുറിച്ച് ഞാൻ 3 വയസ്സ് തൊട്ട് പഠിക്കുന്നത്. 3 വയസ്സ് തൊട്ട് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് 3 വയസ്സ് തൊട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ ഓൺ ദ റൺ ഈ പറയുന്ന പോലെ ഓട്ടംതുള്ളൽ അങ്ങനെയൊക്കെ പഠിച്ചതാണ്. അതും ഈ അമ്മയുടെ ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് പഠിക്കാൻ. അപ്പോൾ അമ്മ കുറച്ച് നാളെന്തോ പഠിച്ചിട്ടുള്ളൂ. അന്നത്തെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ അമ്മ വാസ് വെരി സ്ട്രോങ് ഇൻ ദിസ് ഫാക്ട് ദാറ്റ് ഞങ്ങളെ 2 പേരെയും കലാപരമായിട്ട് എല്ലാം പഠിപ്പിക്കണം എന്നുള്ളത്. എൻ്റെ അനിയൻ അടിപൊളിയായിട്ട് പാടും. എൻ്റെ അനിയൻ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും. ഞാനും ഒരു പരിധി വരെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കും. അപ്പം ഇത് അമ്മയുടെ നിർബന്ധം. അച്ഛനും ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അമ്പലപ്പുഴയാണ് പൊതുവെ. ഞങ്ങൾക്ക് കലകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആലപ്പുഴയാണ്. യെസ്. നീ ആലപ്പുഴ? ആയിക്കോട്ടെ. അതെ. അപ്പോൾ അങ്ങനെ അതുപോലെ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ ഡാൻസ് ഒരു ബോണസ് പോയിന്റ് ആയിരുന്നു. ഇങ്ങനെ തോന്നുന്നുണ്ടോ ചെറിയ കുട്ടികൾ, അതായത് ഇപ്പം 3 വയസ്സ് തൊട്ടിട്ടോ 4 വയസ്സ് തൊട്ടിട്ടോ ഇന്നത്തെ പാരൻസ് കുറേ നമ്മളെ ചില കുട്ടികളെ പ്രഷറൈസ് ചെയ്യണം, ഓരോന്ന് പഠിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം മനസ്സിലാക്കാതെ ആ ഒരു
ഡെഫിനറ്റ്ലി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ടൈമിലെ പേരൻസിന് അതൊരു ഭയങ്കര ഒരു എന്താ, അത് വേണം. നമ്മൾ പണ്ട് A+ ഫുള്ള് വേണം എന്ന് പറയുന്നത് പോലെ ഇൻസ്റ്റഗ്രാമിൽ ഇത് വേണം, ഇത് ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ്. കുട്ടികളല്ലേ, അവരെ ഒന്ന് എൻജോയ് ചെയ്യാൻ വിട്ട് ലുക്ക് യു ക്യാൻ ക്യാപ്ചർ, അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തിടുകയോ എന്താ ചെയ്യാം. പക്ഷേ ഇത് കുട്ടികൾക്കും അതെ, സ്കൂളിൽ ചെല്ലുമ്പോൾ മറ്റവർക്ക് ടിക്ടോക്ക് ഉണ്ട്, ഇവർക്ക് ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കും ഭയങ്കര അവൾ അത് ഇട്ടിട്ട് ചെയ്തു. ഇതൊരു ഭയങ്കര ഒരു സോഷ്യലി ഉള്ള ഒരു ഭയങ്കര ഒരു ബേർഡനായിട്ട് മാറുന്നുണ്ട്. ഒരു വളർന്നു വരുന്ന പ്രായത്തിൽ തന്നെ അവരുടെ തലയിലേക്ക് കുറേ ചുമതല. ഇപ്പൊ എന്നെ പഠിപ്പിച്ച നമുക്കിപ്പോ അവരുടെ കഴിവ് മനസ്സിലാക്കി ചെയ്യാം. ചില കുട്ടികൾ കുഞ്ഞിലെ തന്നെ വാസന ഉണ്ടാവും. എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഞാൻ കൊച്ചിലെ തൊട്ട് ഇങ്ങനെ കണ്ണൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് ഒരുങ്ങിയൊക്കെ നടന്ന്, അപ്പം എൻ്റെ അമ്മയ്ക്ക് അറിയാം ഓക്കെ ഇതാണ് നമുക്ക് താല്പര്യമുള്ളത് എന്ന്. അപ്പം എനിക്കൊരിക്കലും ഈ കലാപരമായിട്ടുള്ളതൊന്നും ട്യൂഷന് വിടുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. പഠിപ്പിന്റെ ഭാഗം മാത്രം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കിങ്ങനെ ഓരോന്ന് പുതിയത് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഡ്രംസ് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത്യാവശ്യമുള്ളതെല്ലാം ആയില്ലേ, മതി. ഇന്ന് ഞാൻ അച്ഛൻ്റെ വിഷമം മനസ്സിലാക്കുന്നു. കാരണം ഇതിനൊക്കെ ഫീസ് കൊടുക്കണ്ടായിരുന്നു. ഐ ആം പ്രൗഡ് ഓഫ് മൈ ഫാദർ. വെൽ ഡൺ രജനീകാന്ത്, വെൽ ഡൺ. രജനീകാന്ത് മറ്റേ സിനിമയില് മാത്രമല്ല ജീവിതത്തില് രജനീകാന്ത് എന്നുള്ള പേര് ചേച്ചിനെ ആദ്യം മുതലേ ആൾക്കാർ പറയാറുണ്ട്. രജനീകാന്ത് എന്നാണ് നോർമലി കോൾ ചെയ്യാറുണ്ട്. ന്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം എന്താന്ന് വെച്ചാല് ഇറ്റ് വാസ് ഹിസ് ഡ്രീം. അതായത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നില്ല. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ സ്വപ്നം കാണാൻ ചിന്തിക്കുന്ന പ്രായത്തിന് മുന്നേ തന്നെ അച്ഛന് ഇങ്ങനെ പറയുന്ന പോലെ നമ്മളെ ഇവിടെ എത്തിക്കണം എന്നുള്ളൊരു ഇറ്റ് വാസ് ഹിസ് ഡ്രീം. അപ്പം ദ ലീസ്റ്റ് തിങ് ഐ ക്യാൻ ഗീവ് ഈസ് ഹിസ് നെയിം. അപ്പം എല്ലാവരും എന്നെ രജനീകാന്ത് എന്ന് വിളിക്കുമ്പോൾ ഐ റിയലി ലവ് ഇറ്റ്. കാരണം എന്റെ ത്രൂ എങ്കിലും വാട്ട് ഹി ഡ്രീംഡ് അത് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. ഐ ആം സൂപ്പർ പ്രൗഡ്. എപ്പോഴെങ്കിലും ദേഷ്യം തോന്നാറുണ്ടോ ഇങ്ങനെ രജനീകാന്ത് എന്നൊക്കെ പിള്ളേർക്ക് ലൈക്ക് ഫ്രണ്ട്സ് ഒക്കെ? നെവർ. ഐ ആം സൂപ്പർ പ്രൗഡ്. ഞാൻ എന്നിട്ട് പറയും, ഞാൻ കല്യാണം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഹസ്ബൻഡിന്റെ പേര് ഞാൻ പറയും ചത്താലും ഞാൻ മാറ്റൂല എന്ന് പറയും. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അത്രയും പവറുള്ള പേരും കൊണ്ട് വരണം. അതെന്തായാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഐ ആം സൂപ്പർ പ്രൗഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ രജനീകാന്ത് എന്ന് വിളിക്കുമ്പോൾ. ആസിഫിക്ക ഇല്ലേ, ആസിഫ് അലി, ആസിഫിക്കയാണ് ഫസ്റ്റ് രജനീകാന്ത് എന്ന് വിളിച്ചു. സ്കൂളിലൊക്കെ പിള്ളേർ വിളിക്കും സൂപ്പർ സ്റ്റാർ, പടയപ്പ, അതൊക്കെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ ആസിഫിക്കയാണ് എന്നെ ഫസ്റ്റ് രജനീകാന്ത്, രജനീകാന്ത് എന്നാണ് എന്നെ വിളിക്കുക. സിനിമയുടെ ആ സമയത്താണ് ആസിഫിനെ ഫസ്റ്റ് തൊട്ടേ. എനിക്ക് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഭയങ്കര റോളൊന്നും എനിക്കത് ഉണ്ടായിരുന്നില്ല. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് എന്ത് റോളുണ്ടോ, എനിക്ക് ഡയലോഗ് പോലും ഇല്ല അതിനകത്ത്, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഓഡീഷൻ ത്രൂ ആണ് കിട്ടിയത്. എന്നെ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് എടുത്തതാണ് മാത്തുചേട്ടൻ അതൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. കാരണം എൻ്റെ ക്യാരക്ടർ അതിനകത്ത് ഇല്ല, കുത്തിത്തിരികിയതാ. കാരണം ഞാൻ ഓഡീഷന് മറ്റേ അലമ്പുണ്ടാവുമല്ലോ കോളേജിൽ, അങ്ങനത്തെ പെർഫോമൻസ് ആയിരുന്നു എൻ്റെ. അപ്പം നമ്മുടെ കോളേജിൽ ഒരു അലമ്പ് വേണം, അതിനെന്തും പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ടതാണ് അതിനകത്ത്. അപ്പം അത്രയും പോലും ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു റോള് വന്നിട്ടും ആസിക്ക് എന്നെ അത്രയും ത്രൂ ഔട്ട് ഓർമ്മ ഉണ്ടാവണമെങ്കിൽ അതിന് ഒരുപാട് താങ്ക്സ് എൻ്റെ അച്ഛനോടാണ് അച്ഛനോടല്ല അപ്പൂപ്പനോടാണ് പറയേണ്ടത്. ബിക്കോസ് ഈ പേരാണ്. യെസ്, രജനീകാന്ത് എന്നാണ് എന്നെ ആസിക്ക ഇപ്പോഴും കാണുമ്പോഴേ രജനീകാന്ത് എന്ന് പറഞ്ഞാ വിളിക്കണേ. ആൻഡ് ഐ ആം സൂപ്പർ പ്രൗഡ് ഓഫ് ദാറ്റ്. അയ്യോ അത് നല്ല രസമുണ്ടല്ലേ നല്ല രസമുണ്ടല്ലേ, ക്യൂട്ട്. മോശമാണ് ചോദിക്കുന്നത് എന്നറിയാം, പക്ഷെ ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി കടന്നുപോയ കുറേ കാര്യങ്ങൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആസ് എ ഗേൾ ഐ എം സിറ്റിംഗ് ഹിയർ ആൻഡ് ഐ എം ടോക്കിംഗ് ടു you about that. It's really inspiring. Like ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും ഓരോ ബാക്ക്ലാഷസ് നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴും അതൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് മുന്നോട്ട് പോകാനുള്ള എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം നമുക്ക് ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ നമ്മൾ എന്നെയാണെങ്കിൽ തന്നെ ഞാൻ ഈ കളിച്ചിരിച്ചാണെന്ന് പെട്ടെന്ന് നമ്മളത് ബാക്കിലോട്ട് വലിക്കും. സോ ഹൗ വാസ് ദാറ്റ് ഗോയിങ് ത്രൂ ഓൾ ദീസ് ഇൻ ലൈഫ്? ഐ ഫെൽറ്റ് ബാഡ് അറ്റ് ദ ബിഗിനിങ്. കാരണം ഐ ഓൾവേസ് സഫേർഡ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ പറയുന്ന പോലെ പഠിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്നെ ഭയങ്കര മെൻ്റൽ ട്രോമയിലാക്കിയായിരുന്നു. കാരണം വീട്ടിൽ വരുമ്പോൾ നീ പഠിക്കണില്ല. എൻ്റെ അനിയൻ വാസ് വെരി സ്റ്റുഡിയസ് ഇൻ ദ സെൻസ് ഹി ഡസൻറ്റ് ഈവൻ ഗെറ്റ് എ.
he always gets A+. I don't know how it's possible. പക്ഷെ എപ്പോഴും A+ ആണ്. അപ്പം ഇത് എനിക്ക് തരുന്ന മെൻ്റൽ സ്ട്രെസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഡെയിലി കേൾക്കണം. ഇതിപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലോ, എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ 3 പൊട്ടന്മാരേ ഉള്ളൂ, അതിനകത്ത് ഒരെണ്ണം ഞാനാ. അപ്പം അതും അതിൻ്റെ ഇടയ്ക്ക് തലവേദന. പിന്നെ ഈ പറഞ്ഞ പോലെ CBSE എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേറെ ഒരു സ്കൂളും താല്പര്യമില്ലായിരുന്നു. അപ്പം ഐ എം ഓൾവേസ് സേ, എൻ്റെ കുട്ടികളാണെങ്കിലും ഐ പ്രിഫർ ചിന്മയ വിദ്യാലയ ഇറ്റ് സെൽഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇടം. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഇടമാണത്. ഈവൻ ദോ എനിക്ക് പഠിക്കാനൊന്നും ഇഷ്ടമില്ലെങ്കിലും, പക്ഷേ ഈ സ്ഥലം കിട്ടാൻ കുറച്ച് എന്തോ ഡിഫിക്കൽട്ട് ഒക്കെ ഇപ്പോൾ നമ്മൾ സമയത്ത് ഈ പറയുന്ന പോലെ സ്റ്റിൽ ഡിഫിക്കൽട്ടാണ്, പക്ഷെ എന്നാലും ഇറ്റ്സ് ഓക്കെ. അപ്പം ഈ പറയുന്നത് ഇതെനിക്ക് ഭയങ്കര മെൻ്റൽ പ്രഷറായിരുന്നു. എനിക്ക് ഇൻ ദ സെൻസ് പഠിക്കാതായല്ലോ, ഞാൻ പഠിക്കാത്ത കുട്ടിയായാലോ, ഞാൻ മന്ദബുദ്ധിയാണല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് എനിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കിട്ടാതെ. എന്നാൽ എൻ്റെ അമ്മേനോട് ചോദിച്ചാൽ അറിയാം, എന്നോട് 1000 പ്രാവശ്യം എംബോസിഷൻ എഴുതാൻ പറഞ്ഞാലും വിത്തിൻ ഹാഫ് ആൻ അവർ ഐ വിൽ റൈറ്റ്. ഞാൻ എഴുതും. ഞാൻ 1000 2000 പറഞ്ഞാലും ഞാൻ എഴുതും. എൻ്റെ ട്യൂഷൻ സാറ് പറഞ്ഞിട്ടുണ്ട്, ഹൗ ക്യാൻ യു, കാരണം ഇന്ന് എനിക്ക് എംബോസിഷൻ തന്ന് ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ടായിരിക്കും വെക്കണ്ട, ഞാൻ പിറ്റേ ദിവസം കൊടുക്കും. 2000 ഞാൻ എഴുതും. എനിക്ക് എത്ര മണിക്കൂർ ഇരുന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ എഴുതുക എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ അങ്ങ് എഴുതി പോവുകയാണ്, അങ്ങനെയാണ്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഒരു മെൻ്റൽ ട്രോമ തന്ന കാര്യമാണ് ഈ കൊച്ചിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഐ ഫെൽറ്റ് ബാഡ് ഫ്രം മൈ വെരി യങ്ങർ ഏജ്. അപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ, എന്നെ ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല, ഞാൻ പഠിക്കാത്തൊരു കുട്ടിയല്ലേ, പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്, അവരെ പോലുള്ള മക്കളെ കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ അമ്മയ്ക്ക്, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏവിയേഷൻ എടുക്കണമെന്ന്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ദേ നെവർ സെഡ് എഞ്ചിനീയർ എടുക്കണം, ഡോക്ടർ എടുക്കണം എന്നൊക്കെ. ഇവർക്കറിയാം എന്നെ കൊണ്ടത് പറ്റില്ല എന്ന്, അതുകൊണ്ടായിരിക്കും മേ ബി. ബട്ട് സ്റ്റിൽ അതിന് മുന്നേ ഞാൻ ഏവിയേഷൻ ചെയ്തിരുന്നു. ഏവിയേഷൻ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എല്ലാം നോക്കിയപ്പോൾ ഞാൻ എയർ ഹോസ്റ്റസ് ആവും, അതാണ് എനിക്ക് പറ്റിയ പരിപാടി. അതാകുമ്പോൾ ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അതൊക്കെ അല്ലേ ഉള്ളൂ. ഇതിന് ചെന്ന് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെ കാണിക്കലല്ല. പക്ഷേ ഐ വാസ് ടോപ്പ് ഇൻ ദാറ്റ്. അപ്പം എനിക്ക് ഐ ഫിക്സ്ഡ് ഓക്കെ, ഇതാണ് എൻ്റെ ഡെസ്റ്റിനി. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് മറ്റേതൊന്നും പഠിക്കാൻ പറ്റാം. ഞാൻ ബയോമാക്സ് ആയിരുന്നു +2. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതായി. ആ സമയത്ത് എനിക്ക് പക്ഷേ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യണം. ഞാനൊരു 1 ഇയർ ബാക്ക് അവിടെ എടുത്തു. +2 കഴിഞ്ഞിട്ട് ഞാൻ 1 ഇയർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഈ കോളേജിലെ സ്റ്റോറീസ്, പാർട്ടി പരിപാടി ഇതൊക്കെ ഇടുമ്പം ഞാനിരുന്ന് കുറേ നാൾ കരഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഇത്രയും മാർക്കുള്ളൂ, ഞാനൊന്നും ചെയ്യാത്തത് കൊണ്ടല്ലേ, ഇവരൊക്കെ കോളേജ് എൻജോയ് ചെയ്യുന്നു, ഞാൻ എന്തെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒന്നിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് ഓഡീഷൻസ് ഒക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് ഈ ഏവിയേഷൻ ചെയ്തപ്പോൾ ഞാൻ ഓക്കെ ഇവരെല്ലാം കോളേജ് പഠിക്കുമ്പോൾ ഞാനിങ്ങനെ മാനത്തൂടെ പറന്നിങ്ങനെ നടക്കും, അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ സമാധാനിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം കേൾക്കുന്നത്. അപ്പം ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റിൽ അച്ഛൻ കൊണ്ട് ചേർത്തു. ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് മാറിവാനേഴ്സിലും കിട്ടി, അതുപോലെ ഇവിടെ വയനാട് പഴശ്ശിരാജ കോളേജ്. എനിക്ക് പൊതുവേ ഈ ഹാഷ് ബോഷ് ലൈഫ് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ഞാൻ കുറച്ചുകൂടി ഒരു നാടൻ, എനിക്ക് നാട്ടുംപുറം, മഞ്ഞ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ മാറിവാനേഴ്സിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ വന്നു. വയനാട് വന്ന് കയറുമ്പോൾ നല്ല മഴയും ആനയും മയിലും ഞാൻ ലിറ്ററലി കണ്ടു. ഞാൻ കയറുന്ന എൻ്റെ കോളേജിൽ ആപ്ലിക്കേഷൻ വെക്കാൻ പോകുമ്പം ഇപ്പുറത്ത് മയില്, ഇപ്പുറത്ത് മാന്, ഇപ്പുറത്ത് ആനക്കുട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് കോളേജ് കാണണ്ട, എനിക്ക് കോളേജിൽ തന്നെ പഠിച്ചാൽ മതി എന്ന്. അങ്ങനെ അച്ഛൻ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് യുവർ വിഷ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഏവിയേഷൻ്റെ ഫൈനൽ എക്സാം ആയിട്ടില്ല, പക്ഷെ നമുക്ക് കോളേജിൽ അഡ്മിഷൻ്റെ ടൈമായി. ഞാൻ എല്ലാം ഒരു എൻഡ് ടൈമിലായിരുന്നു ചേർത്തപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഒരെണ്ണത്തിനെങ്കിലും സപ്ലി ഉണ്ടെങ്കിൽ അപ്പം നിന്നെ കല്യാണം കഴിപ്പിക്കുമെന്ന്. കല്യാണം കഴിക്കണമല്ലോ എന്ന് പേടിച്ചാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോഴും എന്നെ തളർത്താനായിട്ടില്ല. ഞാൻ ക്ലാസ്സിലൊന്നും കയറില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കും, എക്സാമിൻ്റെ ഇതാവുമ്പോൾ പഠിക്കും. പക്ഷേ ഐ വാസ് ടോപ്പ് ഇൻ മൈ കോളേജ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ 12 വർഷവും, 12 LKG UKG കൂടെ കൂട്ട് 14 വർഷവും, അതിൻ്റെ ഇടയ്ക്ക് 2ാം ക്ലാസ് ഒന്നുകൂടെ വാട്ടെവർ, ഈ 15 വർഷവും ഞാൻ അനുഭവിച്ച മെൻ്റൽ ട്രോമ വെറുതെ ആയിരുന്നു. കാരണം +2 മാർക്ക് കിട്ടിയില്ലെങ്കിലും ദർ ഇസ് നത്തിങ്. നമുക്ക് അടുത്തത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എടുക്കുക, പഠിക്കുക എന്നുള്ളതാണ്. എൻ്റെ വീട്ടുകാർ എന്തെടുക്കണമെന്ന് പ്രഷർ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എടുത്തപ്പം ഞാൻ അത് കഴിഞ്ഞ് MA എടുത്തു. MA എടുത്ത് കഴിഞ്ഞിട്ട് ഐ വാസ് അബൌട്ട് ടു ടേക്ക് PhD. MAയിലും ഞാനായിരുന്നു ടോപ്പ് അവിടെ. അത് കഴിഞ്ഞപ്പം അതും യൂണിവേഴ്സിറ്റിയിലാണ് എനിക്ക് കിട്ടിയിരുന്നത് അഡ്മിഷൻ. യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്, ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ. അത് കഴിഞ്ഞിട്ട് വെൻ ഐ വാസ് അബൌട്ട് ടു ടേക്ക് മൈ PhD എനിക്ക് ചക്കപ്പഴം വന്നു. പിന്നെ ഇങ്ങനെ പോകുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ചക്കപ്പഴം
പഠനത്തിന്റെ ഇടയിൽ തന്നെ 3 ഡിപ്ലോമ എടുത്തു. എൻ്റെ അമ്മ ഇപ്പോഴും എന്നോട് ചോദിക്കും, നീ തന്നെ ഇതൊക്കെ അമ്മ കുറെ കരഞ്ഞിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളവരുടെ പേരൻസ് വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഇൻസൾട്ട് ആയ ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ +2 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മീറ്റിംഗ്, ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ ചെല്ലുമല്ലോ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പേരുണ്ട്, ഹൂവർ ഇറ്റ് ഈസ്, അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും ആരാണെന്ന്. അവർ ചെന്ന് നമ്മുടെ മാനേജറിനോട് പറഞ്ഞു, ആ ശ്രുതിയോ അതിനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പഠിക്കുന്നൊന്നും ഇല്ലല്ലോ അത് കാരണം. പിന്നെ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് വളരെ ഹേർട്ടായിരുന്നു. നൗ ഷീ ഈസ് സൂപ്പർ പ്രൗഡ്. ബിക്കോസ് ഇനി ഞാൻ PhD എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, ചിലപ്പോൾ ഞാൻ എടുക്കും. ഇറ്റ് ഈസ് ലൈക്ക്, പിന്നെ എനിക്കൊരു ക്രേവിങ് ആയിരുന്നു, അടുത്ത പഠിക്കാം എന്നുള്ളത്. സോ ഐ ഓൾവേസ് സേ ദാറ്റ് വെറുതെ പിള്ളേരെ പ്രഷർ ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടമുള്ളത് പഠിക്കുമ്പോൾ അതിനൊരു ഫീൽ ഇത് നമ്മുടെ ഒരു ബാക്ക്ലാഷ് വന്നതാണ്. അപ്പൊ അന്ന് ഞാൻ ഈ പറയുന്നത് പോലെ വിഷമിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. അപ്പം നമുക്ക് ആ ഒരു പോയിന്റിൽ പല കാര്യങ്ങൾക്കും, ഇപ്പം ബോഡി ഷേമിങ് ചെയ്തതാണെങ്കിലും പല കാര്യങ്ങൾക്കും എനിക്കിങ്ങനെ ബാക്ക്ലാഷ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ ഡൗൺ ആയിട്ടുണ്ട്. പിന്നീട് വരുമ്പോഴത്തേക്കും നമ്മൾ പറയില്ലേ, യൂണിവേഴ്സ് നമ്മളെ ബ്രേക്ക് ചെയ്യുന്നത് നമ്മളെ ഒരു ബെറ്റർ വേർഷനായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കോട്ട് വായിച്ചായിരുന്നു ആൻഡ് ഇറ്റ് റിയലി സ്ട്രൈക്ക്. കാരണം നമുക്ക് ഇപ്പോൾ പറയുന്ന പോലെ ഗോൾഡ് ഉരുക്കി ഇതാക്കി എടുക്കാൻ പറ്റും ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് വാല്യൂ. സിൽവറിന് കുറച്ചും കൂടി ഈസിയാണ് ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് വാല്യൂ. പക്ഷേ ഒരു ഡയമണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ഇട്ട് അടിച്ച് കൊത്തി അതിനെ അത്രയും ഉപദ്രവിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയുള്ള, ഏറ്റവും തിളക്കമുള്ളതിനെ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ദ യൂണിവേഴ്സ് ഈസ് ബ്രേക്കിംഗ് ആസ് ബട്ട് വി വിൽ ഷൈൻ വൺ ഡേ. ഓ മൈ ഗോഡ്, എവിടേക്കോ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. If you are suffering through a pain right now, that's okay. Because അത് കിട്ടണം. ഞാൻ പറയുന്നത്, ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, യു ആർ ആസ്കിങ് മീ ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് സംതിങ് എന്ന് ചോദിച്ചാൽ ഐ വിൽ നെവർ ചേഞ്ച് എനിത്തിങ്, നോട്ട് എ ബിറ്റ്. കാരണം ഐ ഹാവ് സഫേർഡ് എ ലോട്ട്. പക്ഷെ അതുകൊണ്ടാണ് ഐ ബിക്കെയിം സ്ട്രോങ് നൗ. അപ്പം ഇത്രയും എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വാശി വന്നതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു നോർമൽ ലൈഫ് ഞാൻ ചിലപ്പം ഈ പറഞ്ഞ പോലെ കല്യാണം കഴിച്ചേനെ, 2 കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇതിൽ പോയേനെ. ഐ എം നോട്ട് സെയിങ് ദാറ്റ്സ് ബാഡ്. പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു ക്രേവിങ് വരുമല്ലോ നമുക്ക്, ഇത് ചെയ്യാം, അടുത്ത ഇത് ചെയ്യാം എന്നുള്ള ആ ഒരു ക്രേവിങ് ലൈഫിൽ മിസ് ഔട്ട് ചെയ്യാതിരിക്കുന്നത് ഇപ്പോഴും അടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടണ കൊട്ടൊന്നും എനിക്ക് മതിയാവണില്ല. ദൈവത്തിന് തോന്നുന്നു ഇത് നമുക്ക് പോരാ, അടുത്തത് കൊടുക്കാം, അങ്ങനെയാണെന്ന്. ഓരോ ചാലഞ്ച് ആണ് ലൈഫിൽ. അതൊരു ഗെയിം സ്പിരിറ്റിൽ എടുത്താൽ മതി. നമ്മളിപ്പോ ചെസ് കളിക്കുമ്പോഴത്തേക്കും വെട്ടിങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് തിരിച്ചൊരു ചെക്ക് മീറ്റ് വെക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഗെയിമായിട്ട് നോക്കിയാൽ മതി. അറിയില്ല, ചെസ് അറിയില്ല അല്ലേ? സോറി. ഓക്കെ, ഞാൻ ആ ഉദാഹരണം മായ്ച്ചളഞ്ഞിരിക്കുന്നു. പാമ്പും കോണിയുടെ വല്ല ഉദാഹരണമൊക്കെ പറഞ്ഞൂടെ? അതെ, പാമ്പും കോണിയും നമ്മൾ വിഴുങ്ങുന്ന ഇപ്പൊ താഴെ പോയി കഴിയുമ്പോൾ നമുക്ക് അയ്യോ എന്നെ പാമ്പ് വിഴുങ്ങി എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാല് നമുക്ക് ഏണിയും പാമ്പിൽ രക്ഷപ്പെടാൻ പറ്റില്ല. ചിലപ്പം ആദ്യം ഓടി എല്ലാ ഏണിയും കയറി എത്തുന്നവനുണ്ടാവും. പക്ഷെ ഇവൻ 99 തന്നെ നിൽക്കും, അടുത്ത ഒന്ന് വീഴണം. പക്ഷെ നമുക്കൊരു 6 കയറുമ്പോൾ നമ്മൾ സുഖമായിട്ട് 100 ചെന്നിട്ട് പറയും, നീ എത്തിയില്ലേ ഇവിടെ വരെ എന്ന് ചോദിക്കും. സീസാറായിട്ടോ. അല്ല, ചക്കപ്പഴത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ, അതായത് ഒരു കുറച്ച് ഉടനീളമുള്ള ക്യാരക്ടറാണ് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. സോ ഹൗ ഡിഡ് യു ഗോട്ട് ദ കോൺഫിഡൻസ് ഐ ക്യാൻ പ്രൂവ് ദിസ്? ഐ ആം ഓൾവേസ് ഓവർ കോൺഫിഡന്റ്. എന്റെ അച്ഛൻ എൻ്റെ ബാക്കിലുണ്ടല്ലോ, ദർ ഇസ് നത്തിങ് ടു ലൂസ്. ആ ഒരു കാര്യം എൻ്റെ ഒരു ക്യാരക്ടറിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഐ ഓൾവേസ് ട്രൈ ന്യൂ തിങ്സ്. എനിക്ക് അതിന് ഫിയർ ഒന്നുമില്ല. ഒന്നില്ലേ ചക്ക, ഇല്ലെങ്കിൽ മുയൽ, ഇതിലേതെങ്കിലും ഒന്ന് നടക്കും. അപ്പം അത് കാരണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ ഓൾവേസ് സേസ് ഇങ്ങനെ ചെയ്യണം, ഇത് ക്യാമറ അങ്ങനെ വരും, ഇതിങ്ങനെ വരും, നമുക്കിത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. അച്ഛൻ ഓൾവേസ് ടോക്സ് അബൌട്ട് ദിസ്. ഇങ്ങനെയാണ് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയാണ്, നീ ആ സിനിമയിൽ അവരങ്ങനെ തിരിഞ്ഞത് കണ്ട, അത് അടിപൊളിയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളപ്പം അറിയില്ല, നമ്മളപ്പോൾ അതങ്ങനെ അതിൻ്റെ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. പിന്നെ എനിക്ക് ആ ഫസ്റ്റ് ടൈം ഇവരെല്ലാം, അച്ചേച്ചിയൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഫാൻ ഫിഗർ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇവരെല്ലാം കൂടെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ദൈവം ഇവരുടെയൊക്കെ ഇടയിൽ കട്ടയ്ക്ക്. പക്ഷെ വെൻ ഇറ്റ്സ് ആക്ഷൻ എനിക്ക് പിന്നെ ചുറ്റില ആരും ഇല്ല. പിന്നെ ഞാൻ പൈങ്കിളിയാണ്, പിന്നെ എൻ്റെ ആർമാദായിരിക്കും അവിടെ. അല്ല, ഈ ഇപ്പം ഞാനും ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് നോക്കിയും കൊണ്ട് എനിക്ക് ഞാൻ ഇതിനു മുമ്പിൽ വരുമ്പോൾ നമ്മുടെ പ്രഷറാണോ നമ്മുടെ അഭിനയമാണോ സ്കില്ലാണോ ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? അതൊക്കെ Because you are conscious. അതാണ് പ്രശ്നം. Don't be.
എന്ത് ചെയ്യാൻ പറ്റും, കൂടി വന്ന ആളുകൾക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ആൻഡ് ദയർ ഈസ് എനിക്ക് IBSന്റെ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു അംഗീകാരമാണ് കിട്ടിയത്. അപ്പൊ എല്ലാവരെയും സംബന്ധിച്ചും ചോദിക്കുമ്പോഴത്തേക്കും ഒരു ഓവർനൈറ്റ് ഫെയിം പോലെ തോന്നുമെങ്കിലും ഒരു 7 വർഷം അതിന്റെ പുറകിൽ കിടപ്പുണ്ട്. 7 വർഷത്തെ സ്ട്രഗിൾ ഉണ്ട് അതിൻ്റെ അകത്ത് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് IBS വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായി. ബിക്കോസ് I was 52, വിത്തിൻ 1 week I was 38. അത്രയും വെയിറ്റ് ലോസ് ഉണ്ടായി എനിക്ക്. എന്നിട്ട് ഞാൻ ഈ കിടക്കപ്പായിന്ന് നേരെ എഴുന്നേറ്റ് ഷൂട്ടിനാ പോണേ, ഇത്രയും സംഭവിച്ചിട്ടും. അപ്പം അവർക്കും ഇപ്പോഴും യു ക്യാൻ സീ ആ എപ്പിസോഡ് നോക്കുമ്പോൾ ഒരു എപ്പിസോഡിൽ ഞാൻ നല്ല ഗുണ്ടുമണി പോലെ, നെക്സ്റ്റ് എപ്പിസോഡിൽ ഐ എം ലൈക്ക് ഭയങ്കര ക്ഷീണിച്ച് എന്തോ ആണ്. എന്നോട് ആൾക്കാർ കമൻസിലാണെങ്കിൽ ക്യാൻസർ ആണോ, അതാണോ ഇതാണോ, അയ്യോ ഇതിനെ എന്താ കോലം കണ്ടോ, ഇത് ചുറ്റിയ പോലെ, ഞങ്ങൾക്ക് പഴയ പൈങ്കിളിനെയാണ് ഇഷ്ടം. എനിക്ക് വന്ന മെൻ്റൽ ട്രോമ ചില്ലറയല്ല. കാരണം എനിക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത ട്രോമ വേറെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ സ്റ്റാബിങ്. പക്ഷേ ഐ സർവൈവ്ഡ്. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ കുറേ ഇരുന്ന് കരയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുന്നിട്ട് ഇതൊക്കെ നോക്കും. പിന്നെ ഞാൻ കമൻറ്റ് നോക്കാതെ നമ്മൾ വെളിയിലോട്ട് എന്നാൽ ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടുന്ന് 10 പേര് ചോദിക്കും, അയ്യോ ഈ കൊച്ചെന്താ ഇങ്ങനെ ആയിപ്പോയേ, അയ്യോ വയ്യേ, ക്യാൻസർ ആണോ മോക്ക്? സാധാരണ ഇൻഡസ്ട്രിയിലുള്ളവർക്കൊക്കെ ക്യാൻസർ വരുമല്ലോ, അതാണോ മോക്ക്? ഞാൻ പറയാ അപ്പം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര പ്രതികരിക്കാൻ നിന്നു, നേരിട്ട് സംസാരിക്കുന്നവരോട്. ആ കമൻറ്റ് ഐ ഡോണ്ട് മൈൻഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന പോലെ അവർക്കും സംസാരിക്കാൻ, ഇതുകൊണ്ട് അവർ പറയട്ടെ എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ ഇറ്റ് ഹേർട്സ്. പക്ഷെ ഇത് ഇവൻച്വലി വന്നപ്പോഴത്തേക്കും ഐ ബിൽട്ട് ഡിഫറെൻ്റ്ലി. ഓക്കെ, ഇത് മാത്രമല്ല എനിക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്നുള്ളതായി. അപ്പോൾ പിന്നെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ ചോദിച്ചു തുടങ്ങി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വല്ലതും തിന്നാൻ കൊണ്ട് താഴ്ന്ന ഞാൻ 10 ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കാം, വണ്ണം വെപ്പിച്ച് വിട് എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ ആരും മിണ്ടാറില്ല. അല്ല, എന്നോട് ചോദിക്കുന്നവരോടെല്ലാം പറയും, നോ പ്രോബ്ലം, വീട്ടിലെ റൂം ഒഴിച്ചു വിട്ടേര്, ഞാൻ അടുത്തൊരു 10 ദിവസം വന്ന് നിൽക്കാം, നിങ്ങൾ തീറ്റിച്ച് എന്നെ നന്നാക്കിയിട്ട് വിട്ടാൽ മതി എന്ന് പറയും. അല്ല, ലുക്ക്, നമ്മള് ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ചിലർ നമ്മളോടുള്ള വളരെയധികം കൺസേൺ കൊണ്ട് ചോദിക്കുന്നതാണ്, മോളെടാ നീ ഓക്കെ ആണോ, എന്താണ്, എന്തെങ്കിലും യു നീഡ് സംതിങ്, ബട്ട് ദേ ഡോണ്ട് ഹേർട്ട് അവർ ഫീലിങ്സ്. നമുക്കത് ചോദിക്കുമ്പോൾ അറിയാം. ചിലർ വെറുതെ കൊണയടിക്കാൻ വേണ്ടി ചോദിക്കുന്നതാ. അയ്യോ അങ്ങ് മെലിഞ്ഞു പോയല്ലോ നീ, അതൊന്ന് നീ വണ്ണം വെച്ച് നോക്ക്, തടിച്ച് കൊഴുത്ത് ചീക്കപ്പോത്ത് പോലെ. വാട്ട് ഈസ് ഇറ്റ്? അവർക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്കാണോ കുഴപ്പം എന്നുള്ളത്. പക്ഷേ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഫ്ലവേഴ്സ് ടീം. കാരണം അത്രയും എനിക്ക് ഫിസിക്കലി വയ്യാഞ്ഞിട്ടും ഇത്രയും എനിക്ക് ബാക്ക് സ്റ്റാബ് വന്നുകൊണ്ടിരുന്നിട്ടും അവരെന്നെ ആ കാസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തില്ല. അവരെന്നെ ത്രൂ ഔട്ട് എനിക്ക് വർക്ക് തന്നുകൊണ്ട് തന്നെ ഇരുന്നു. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദം. പക്ഷേ നൗ ഐ എം ബെറ്റർ. ഐ തിങ്ക് ഐ എം ഇൻ ബെറ്റർ ഷേപ്പ് അല്ലേ. പക്ഷെ എനിക്ക് ദുബായ് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? നാട്ടിലെല്ലാരും ചോദിക്കും മോക്ക് എന്തെങ്കിലും കഴിച്ചുകൂടെ നീ. ഇവിടെ വന്നിട്ട് എല്ലാരും എന്നോട് ചോദിക്കും ഡയറ്റ് ഒന്ന് പറഞ്ഞു. അതെ, കറക്റ്റ്. ഇവിടെ വന്ന് എല്ലാരും എന്നോട് ചോദിക്കും എങ്ങനെ ചേച്ചി മെലിഞ്ഞിരിക്കുന്ന ആ ഡയറ്റ് പ്ലാൻ ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ പറഞ്ഞു നന്നായി തിന്നുക, 4-5-6 നേരം തിന്നുക. എന്റെ ഇങ്ങനെ മണത്ത് കഴിഞ്ഞാൽ തന്നെ ദാറ്റ്സ് ഓക്കെ, യു ലുക്ക് ഗുഡ്. ബബിളി ആയിട്ടിരിക്കുമ്പോൾ യു ലുക്ക് ഗുഡ്. അത് ഡസൻ മാറ്റർ അല്ലേ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എന്നെ കാണാൻ കറക്റ്റ് ഫിസിക്കലാണ്, നല്ല ഈ പറയുന്ന പോലെ അപ്സരസിന്റെ പോലത്തെ സ്ട്രക്ചറും. അതെ, ജോലൈൻ എനിക്ക് ജന്മനം ഉണ്ടല്ലോ, അത് കാരണം കുഴപ്പമില്ല. അതെന്റെ അച്ഛനും അമ്മയും, അല്ല അമ്മയുടെ അല്ല അച്ഛൻ്റെയാ, കാരണവന്മാരായിട്ട് തന്നിട്ടുള്ള ഭംഗിയുണ്ട്, കോലുണ്ടെന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഈ പറയുന്ന പോലെ ലൈക്ക് നമ്മളിപ്പം എല്ലാം സ്ട്രക്ചറും എല്ലാം ഓക്കെയാണ്. പക്ഷെ വെൻ യുവർ ക്യാരക്ടർ ഈസ് നോട്ട് ഗുഡ്, പിന്നെ എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ കാണുമ്പോഴേ അവള് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്കത് പറ്റൂല, എനിക്ക് ഇത് വേണം അത് വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഡിഫറെൻറ്റ് ക്യാരക്ടർ അല്ലേ. അപ്പം നമ്മൾ പോകുമ്പം അവരുടെ ലൈഫിൽ നമ്മൾ ലീവ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്താണ്? നമ്മളിപ്പോൾ ഒരാളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ മിസ് ചെയ്യണം. മനസ്സിലായോ? നമ്മളിപ്പോൾ പൈസ കൊടുക്കാം, നമുക്ക് എന്തും കൊടുക്കാം, നമുക്ക് പൈസ കൊടുക്കാം, ലക്ഷറി കാർ വാങ്ങിച്ചു കൊടുക്കാം, എനിത്തിങ് യു ക്യാൻ ബൈ ഇഫ് യു ഹാവ് മണി. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഫുഡ് കൊടുക്കാം. ഫുഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. നമുക്ക് പട്ടണി എടുക്കുമ്പോഴത്തേക്കും ഫുഡ് തരുന്നത് എല്ലാം ചെയ്യാം. പക്ഷേ ഈ പറയുന്നത് പോലെ യു ആർ നോട്ട് എനിമോർ ഇൻ ദെയർ ലൈഫ്. മരിച്ചുപോയി എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ആർക്കൊക്കെ നമ്മളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അൾട്ടിമേറ്റ്ലി ദ പോയിന്റ്. അപ്പം ഇപ്പം എൻ്റെ അടുക്കയിൽ സംസാരിക്കാത്ത സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉടക്കിയിരിക്കുന്നതുണ്ട്. പക്ഷേ ഇവരിൽ മിക്കവരും എൻ്റെ ലൈഫിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന എക്സ് ബോയ് ഫ്രണ്ട്സ് അവരും എൻ്റെ ലൈഫിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട്. ആൻഡ്
that's because I know how I treated them. ഐ ആം എ വെരി ഇമോഷണൽ പേഴ്സൺ. അപ്പം എനിക്കറിയാം ഞാൻ അതിനുവേണ്ടി എത്ര രാത്രി കരഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്തത്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ ആണെങ്കിലും ഇഫ് ദേ ആർ ക്ലോസ് ടു മീ ഐ ഡൈ ഫോർ ദം. ഫുള്ളസ്റ്റ് കൊടുക്കും അല്ലേ? ഫുള്ളസ്റ്റ് ഇൻ ദ സെൻസ് ഇപ്പം നേരത്തെ എൻ്റെ അനിയൻ്റെ കാര്യം പറഞ്ഞ പോലെ തല്ലാൻ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവും മുമ്പിൽ തല്ലേ, എന്നിട്ട് എന്നെ തൊട്ടിട്ട് ബാക്കിയാക്കാം. എന്നെ തൊട്ട് വീഴ്ത്താൻ പറ്റൂല എന്നല്ല, പക്ഷെ എന്നാലും അത് കണ്ടോണ്ട് നിൽക്കാൻ ഞാനില്ല. ആദ്യം ഞാൻ വാങ്ങിച്ചോളാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചോ. രജനീകാന്തിന്റെ സിനിമ ഒക്കെ അല്ല, അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ. അപ്പം ഐ ബിലീവ് വാട്ട് എവർ യുവർ ഫിസിക് ഈസ് യുവർ ക്യാരക്ടർ ഷുഡ് ബി ഗുഡ്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ചക്കപ്പഴം തുടങ്ങി കഴിഞ്ഞിട്ടും എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ നേരത്തെ നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കണ്ടിട്ടുള്ളവരെ, ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചവരെ, ഇവരെല്ലാം കയറിയിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് തന്നെ. എന്നിട്ട് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് നിർത്തിക്കോ, മതി, ഇനി വേണ്ടെന്ന്. ബട്ട് ഐ സ്റ്റിൽ ഡു ദാറ്റ്. ഐ ഡോണ്ട് കെയർ. അത് അവരുടെ ക്യാരക്ടർ കാണിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയാം. സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ് എനിക്കറിയാം. അപ്പം അവരും വളരട്ടെ. അവർക്ക് എനിക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാൻ പറ്റിയാൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പം അതെൻ്റെ സ്വഭാവമാണ്, എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. പിന്നെ അവർ ചെയ്യുന്നത് അവരുടെ സ്വഭാവമാണ്, അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ അതായത് ഇപ്പോൾ നാട്ടിലുള്ള ഒരു ഓഡിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭയങ്കര വലുതാണ്, ഭയങ്കര. പിന്നെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. വൈ ദുബായ് നൗ? Actually, there is 3 reasons. Okay. First of all, I own a perfume company and you all know Dubai and perfume എന്നുള്ളത്. അതെ, ദ പെർഫ്യൂം പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം കമ്പനി ഉണ്ട് എനിക്ക്. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് കോൾ വരുന്നത്. പക്ഷേ ദുബായ് ആൻഡ് പെർഫ്യൂം ഈസ് ലൈക്ക് ഭയങ്കരമായിട്ടൊരു ഇംഗൃതത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഐ റിയലി നീഡ് ടു നോ ദ മാർക്കറ്റ് ആൻഡ് ഓൾസോ നീഡ് ടു ഫൈൻഡ് ന്യൂ തിങ്സ് ആൻഡ് ഓൾ. ഒരു മിനിറ്റ്, എവിടുന്നാണ് ഈ പെർഫ്യൂം ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ എന്നുള്ളതും കൂടി വന്നതെന്നും കൂടി പറഞ്ഞുതരുമോ? ഇത് എങ്ങനെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പെർഫ്യൂം അഡിക്റ്റാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഒരു ബോട്ടിൽ കാണുമ്പോൾ അല്ലെ സ്മെല്ല് കാണുമ്പം ഈ വഴിയോരത്തെ അത്തറ് കാണുമ്പം എല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടും. എൻ്റെ കയ്യിൽ 2 അലമാര നിറച്ച് പെർഫ്യൂം ഉണ്ട് വീട്ടിൽ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് എന്നെ കുറേ ചീത്ത പറയും, ഇതെന്തിനാണ് ഇത് ഇപ്പോഴല്ലേ കഴിഞ്ഞ ദിവസമല്ലേ വാങ്ങിച്ചതെന്ന് പറയും. പക്ഷെ എനിക്കെന്തോ ഇപ്പോഴും സ്റ്റിൽ ഐ ഹാവ് മൈ ഓൺ ബ്രാൻഡ്. പക്ഷേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പെർഫ്യൂം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പോയി വാങ്ങിച്ചിട്ട് വരും. എനിക്കറിയില്ല, എനിക്കതൊരു ക്രേസാണ്. എല്ലാവർക്കും ഓരോ ഹോബി ഉണ്ടാവില്ലേ, അതുപോലെ എനിക്കെന്തോ ഒരു ഭയങ്കര ക്രേസാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഐ നെവർ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് എ ബ്രാൻഡ് ആൻഡ് ഓൾ. ഞാൻ അങ്ങനെ ഈ പറഞ്ഞ ചക്കപ്പഴം ചെയ്ത സമയത്ത് ഞാൻ ഡെയിലി പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, പിന്നെയും തിരിച്ചു വരുന്നു. അപ്പോൾ എനിക്ക് റോബോട്ടിക് ആകാൻ തുടങ്ങി. എൻ്റെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി തുടങ്ങി. എനിക്കത് ഇഷ്ടമില്ല, എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, അതിന് പണി കൊടുക്കണ്ടേ, അത് വെറുതെ ഇരിക്കില്ല എൻ്റെ തലയിൽ. അപ്പോൾ അത് കാരണം അതിനെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഞാനൊരു ഡിപ്ലോമ കോഴ്സ് പഠിക്കാം എന്നുള്ളത്. ഞാൻ കരാട്ടെ കളറിയൊക്കെ പഠിക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ദേഹാനങ്ങൾ അതെനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഡിപ്ലോമ പഠിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പിയപ്പം അരോമ തെറാപ്പി ആൻഡ് പെർഫ്യൂമോളജി, ഫ്രാൻസിലെ ഏതോ കോഴ്സാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്നാൽ പിന്നെ ഇതിന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പൈസ ഒന്നും അപ്പം നോക്കിയില്ല. കാരണം അന്ന് ഇഷ്ടംപോലെ ഫണ്ട് ഇങ്ങനെ ഫ്ലോ നടക്കുന്ന സമയം ഇരിക്കട്ടെ പോട്ടെ എന്നും പറഞ്ഞിട്ട് ഇത് പഠിക്കുമോ എന്നുള്ളതില്ല. പണ്ടായിരുന്നേ നമുക്ക് വീട്ടിൽ പെർമിഷൻ എടുക്കണം, ഞാൻ ഇത് പഠിച്ചോട്ടെ. ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, നമ്മുടെ കയ്യിൽ തന്നെ അല്ലേ. അങ്ങനെ പഠിച്ചു വന്നപ്പം ഐ റിയലി ലവ്ഡ് ഇറ്റ്. അപ്പോഴാണ് ഈ പെർഫ്യൂമോളജി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് തീർത്തു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, അടുത്തത് പഠിക്കാൻ തുടങ്ങി, അതിൻ്റെ അടുത്തതായി. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര. അപ്പോൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇത് മാത്രമല്ല, പ്രാക്ടിക്കൽസ് ഉണ്ട്. പ്രാക്ടിക്കലിന് അപ്പം നമ്മളിങ്ങനെ ഓയിൽസ് കളക്ട് ചെയ്യണം, ഇത് മേക്ക് ചെയ്യണം. ഇത് മേക്ക് ചെയ്ത് ഞാൻ ചക്കപ്പഴത്തിലുള്ളവരുടെ ദേഹത്ത് തന്നെ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഡെയിലി ചെല്ലും ഓരോരുത്തർക്ക് തൂത്ത് കൊടുക്കും, ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു ക്രേസായി തുടങ്ങി. അപ്പോൾ ഇവർ നല്ലതെന്ന് പറയുമ്പം ഇവിടുന്ന് സ്നേഹ ചേച്ചി ആണെങ്കിലും എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആക്ച്വലി ഫസ്റ്റ് കച്ചവടം ചെയ്യുന്നത് ശംഭുവില്ലേ ചക്കപ്പഴത്തിൽ, ആര്യൻ, അവൻ്റെ അമ്മയാണ്. രജനി ആൻറ്റിയാണ് എൻ്റെ ആദ്യത്തെ കച്ചവടം. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ബ്രാൻഡ് തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഫസ്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ജാസ്മിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കി ആൻറ്റിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പഠിക്കുകയും ചെയ്യാമല്ലോ, ഞാൻ എന്തൊരു പൈസ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആൻറ്റി എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പൈസ തന്നു. എനിക്ക് ഫസ്റ്റ് ആയിട്ടൊരു കച്ചവടം പെർഫ്യൂമിൻ്റെത് ഉണ്ടാവുന്നത് രജനി ആൻറ്റിയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ എക്സ്പീരിമെൻറ്റ്സ് എല്ലാം വർക്കൗട്ട് ആവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പം ഇത് തുടങ്ങിയാലോ, ഇങ്ങനെ പലരും പല അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്ക് എടുത്തു ചാടുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി, ഇതിൻ്റെ സാധ്യതകളെ പറ്റിയൊക്കെ പഠിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടില്ലേ, ഇതായിരിക്കുന്നുണ്ട് അവൻ.
യെസ്, ഇവിടെ ഒരാളുണ്ട് കേട്ടോ, അഭിനവ് സി പ്രീജ്. യെസ്, അങ്ങനെയാണോ അവന്റെ പേര്? പേരിടക്കിടക്ക് പറയണമെന്ന് പറയണം. അഭിനവ് സി പ്രീജ് ജൂനിയർ. ഇതാണ്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ തപ്പാം. കുട്ടി സിംഗിൾ ആണ്. റെഡി ടു മിങ്കിൾ. റെഡി ടു മിങ്കിൾ. അപ്പം ഈ പറയുന്നത് പോലെ ഇവൻ എൻ്റെ ഒരു ലോങ് ടേം ഫ്രണ്ടാണ്. നമ്മളൊരു ഫോട്ടോഷൂട്ട് ചക്കപ്പഴം തുടങ്ങിയപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് വഴിയാണ് നമ്മൾ കണക്റ്റഡ് ആവുന്നത്. ബട്ട് ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പം നമ്മളിങ്ങനെ എല്ലാ കാര്യവും പറയും. ഞാൻ ഇതുണ്ടാക്കുന്നൊക്കെ അവൻ അറിയാം. അപ്പം ഇവൻ ഇവിടെ ദുബായിൽ വന്നു ഇവൻ എല്ലാ ദിവസവും എന്നോട് പറയും, ഹബീബി കം ടു ദുബായ് എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയും പോടാ പറഞ്ഞിട്ട് വിടുവായിരുന്നു. അതാണ് എൻ്റെ ഒരു ഐറണി എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഇവൻ എന്നോട് പറഞ്ഞു ഒരാളുണ്ട്, ഹീ നോസ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ, അപ്പം നിന്നെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അബ്ബാസ് അദീറിനെ എന്നെ പരിചയപ്പെടുത്തുന്നു. അബ്ബാസ് അദീറിനെ ഞാൻ ഒക്ടോബർ അല്ല, അതിന് മുന്നേ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ പരിചയപ്പെടുന്നു വയ ഫോൺ കോൾ. ഹീസ് ഇൻ ദുബായ്. അപ്പം പുള്ളിനോട് സംസാരിക്കുന്നു. പുള്ളി ഈസ് ആൻ MBA ഗ്രാജുവേറ്റ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇവിടെ ഇംഗ്ലീഷ് കളറിൻ്റെ ഒക്കെ മുതലാളി മൊയിലാളി തന്നെയാണ് അബ്ബാസ് അദീറ. അപ്പം ഹീസ് എ ഗുഡ് മെൻറ്റർ. സ്റ്റിൽ ഹീസ് മൈ മെൻറ്റർ. പുള്ളിയാണ് നമ്മുടെ ബിസിനസ് കൺസൾട്ടൻറ്റ്. അപ്പം പുള്ളി എന്നെ കുറേ ഇട്ട് പിഴിഞ്ഞ് അത് ചോദിച്ചു ഇത് ചോദിച്ചു. ഞാനപ്പോൾ ഐ ഹാവ് ആൻസർ ടു എവറിത്തിങ്. കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഇതെല്ലാം നോക്കി ഡേറ്റ കളക്ട് ചെയ്ത് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ ഐ വിൽ സ്പെൻഡ് സം ടൈം. പുള്ളി അങ്ങനെയൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പുള്ളിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് ആർക്ക് എങ്ങനെയെന്നൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ. ആദ്യം എൻ്റെ ഇൻ്റർവ്യൂ സെക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വന്നപ്പോൾ നമ്മളിരുന്ന് മീറ്റ് ചെയ്തു. അപ്പം എനിക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ഫസ്റ്റ് MBAയുടെ ഫസ്റ്റ് ബേസിക്സ് ഒക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. കുറേ ടേംസ് പഠിപ്പിച്ചു തന്നു. എനിക്ക് MOQ ഒക്കെ എന്തുവാന്ന് പോലും അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞ പോലെ ടേംസ് പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഇങ്ങനെ വന്ന് ഞങ്ങളൊരു 6 monthsോളം 6-8 months ഗസ് ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് കോൺടാക്റ്റിലുണ്ടായിരുന്നു. ഓരോ കാര്യം എന്നോട് അത് ഇത് ചെയ്ത് നോക്ക്, ഈ ബുക്ക് വായിക്കുക, ഈ പോഡ്കാസ്റ്റ് കാണുക, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഐ വാസ് ലൈക്ക് ഇത് കേട്ട് പഠിച്ച് അത് കഴിഞ്ഞപ്പോൾ വൺ ഡേ ഹീ സെഡ് യു ആർ റെഡി, യു ക്യാൻ സ്റ്റാർട്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം വൂളി ബിയർ എന്നാണ് എൻ്റെ ബ്രാൻഡിന് പേരിടാനിരുന്നത്. വൂളി ബിയർ അതായിരുന്നു. ഇറ്റ് ഈസ് ലൈക്ക് ബട്ടർഫ്ലൈ. എനിക്ക് ബട്ടർഫ്ലൈസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പ്യൂപ്പ സ്റ്റേജ് തന്നെയാണ്. അതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ടൈഗർ ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ, അതിനാണ് വൂളി ബിയർ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ബട്ടർഫ്ലൈസ് ഇഷ്ടമായതുകൊണ്ടും നമ്മളൊരു പീരീഡ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ്. അപ്പം മിസ്റ്റർ അബ്ബാസ് അദീറ പറഞ്ഞു വേണ്ട, താങ്ക്സ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനിങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ പെർഫ്യൂം ഇടാം. അങ്ങനെ പെർഫ്യൂം പ്രോജക്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ് പെർഫ്യൂം പ്രോജക്റ്റ്. അങ്ങനെ ഒരു വെൻ ഹി സെഡ് ഐ ആം റെഡി ആൻഡ് ഐ സ്റ്റാർട്ടഡ്. ദുബായിയുടെ സാധനം കൂടി യെസ്, ദുബായ് അങ്ങനെയാണ്. അപ്പം ഈ പറയുന്ന പോലെ വൺ തിങ് ഈസ് ദാറ്റ് എനിക്ക് ദുബായിൽ വരണം എന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു റേഡിയോ ജോക്കി ആയിട്ട് ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ ചക്കപ്പഴമൊക്കെ വന്നു. പക്ഷേ എനിക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ അല്ലാത്തൊരു ഷോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ ഒരു നീഷിൽ വരുന്ന ഷോ ആയിരുന്നില്ല. അപ്പം ഐ ഫെൽറ്റ് ഓക്കെ എനിക്കിത് പറ്റാത്ത കാര്യമാണ് എന്ന് വിചാരിച്ച് ഞാൻ ലാസ്റ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ് 1 year കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇവിടുന്ന് പക്ഷെ അത് ഞാൻ ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഭയങ്കരമായിട്ട് ഇൻ ദ സെൻസ് നമ്മളെ വളരെയധികം കുത്തി നോവിക്കുന്ന വാക്കുകളും നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് ഇപ്പുറത്തോട്ടൊന്നും കിട്ടാത്തപ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന ഫീലിങ്ങും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതെല്ലാം കഴിഞ്ഞൊരു 1.5 year കഴിഞ്ഞിട്ടാണ് എനിക്ക് ദുബായിൽ നിന്ന് കോൾ വരുന്നത്, റേഡിയോ ജോക്കി ആയിട്ട് ജോയിൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ റിവെഞ്ച് കിക്ക് ആയിരുന്നു എനിക്ക്. കാരണം കേരളത്തിൽ നിന്ന് എന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ആം ആൻ RJ ഇൻ ദുബായ്. അപ്പോൾ റേഡിയോ കേരളത്തിൽ നിന്ന് എന്നെ വിളിച്ച സമയത്ത് ഐ വാസ് ലൈക്ക് ഓക്കെ, അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പക്ഷേ എൻ്റെ തലയിൽ മൊത്തം ഞാൻ ബ്രാൻഡ് തുടങ്ങിയതേ ഉള്ളൂ, ഷൂട്ട്സ് ഉണ്ട് എനിക്ക് അവിടെ. അപ്പോൾ എഗെയിൻ അഭിനവ് സി പ്രീജിനോട് ഞാൻ അഡ്വൈസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കം ടു ദുബായ്. അതെ, അവൻ എന്നോട് പറഞ്ഞു ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ ഓൺലി, നിനക്ക് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ടാവും, യു ക്യാൻ മൂവ് ടു ദുബായ്. പിന്നെ ഈ പറയുന്ന പോലെ നോട്ട് ഫാർ അല്ലേ, നമുക്കിപ്പം ഈ പറയുന്ന പോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോയിട്ട് വരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഓൾസോ എൻ്റെ ഇപ്പോൾ റേഡിയോ കേരളത്തിലാണെങ്കിലും മൈ ചെയർമാൻ ഈസ് വെരി ഗുഡ് വിത്ത് ദാറ്റ്. നമുക്ക് ഷൂട്ടിനൊക്കെ ആണെങ്കിലും പോയിട്ട് വരാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞാൻ റേഡിയോ കേരളത്തിൽ RJ ആയിട്ട് ജോയിൻ ചെയ്ത് ദുബായിലെത്തുന്നത്. ദാറ്റ് ഈസ് മൈ സെക്കൻഡ് റീസൺ. ആൻഡ് ദ തേർഡ് റീസൺ ഈസ് ദാറ്റ് മൈ കിഡ് ഇൻ മീ. അല്ലെ, ദ കിഡ് ഇൻ മീ. മൈ കിഡ് എന്ന് പറയുമ്പോൾ നീ ഞെട്ടിയില്ലേ? ദ കിഡ് ഇൻ മീ.
ദുബായ് കാണാൻ കൊതിക്കുന്ന? അങ്ങനൊന്നുമില്ല. ഏത് സ്ഥലമാണെങ്കിലും ഞാൻ എവിടെ ഒരു പുതിയ സ്ഥലം എന്ന് കേട്ടാലും അത് ഏതിനാന്നൊന്നും ചോദ്യമൊന്നുമില്ല. അപ്പോഴേ പെട്ടി പാക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയത് തന്നെ. അപ്പോൾ അതെ, ബാക്കി അവർ സഹിച്ചോട്ടെ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ളത് തോന്നുന്നു. ഇപ്പൊ മാൽദീവ്സ് ആണെങ്കിലും എല്ലായിടത്തും ഞാൻ അതുപോലെ പോവാ, എന്നാ ശരി പെട്ടി പാക്ക് ചെയ്ത് എന്നാ പോണ്ടേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതുപോലെ വന്ന എനിക്കൊന്നും വിത്തിൻ 1 വീക്ക്, എനിക്കൊരു ഫസ്റ്റ് വീക്ക്, ഒരു വീക്കിന്റെ ആദ്യം എനിക്ക് വരുന്നത് കോൾ ഇവിടുന്ന്. എന്നിട്ട് നമ്മൾ പറയുന്നു ഡിസൈഡ് ചെയ്യാമെന്ന് പറയുന്നു. അത് നെക്സ്റ്റ് വീക്ക് ഞാൻ ഇവിടെ എത്തി. ചേച്ചിക്ക് തോന്നാറില്ലേ, അതായത് ഇപ്പം ഒരു ഫേസ് ഭയങ്കര രജിസ്റ്റർ ആയ ഒരാളുടെ RJ ജീവിതം എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ വെരി ക്രൂഷ്യൽ ഡിസിഷൻ, റൈറ്റ്? അപ്പോൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യമാണെങ്കിലും ഐ അണ്ടർസ്റ്റുഡ്. ഈ പറയുന്ന പോലെ ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യമാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറേ വർക്ക് അവിടെ വന്നായിരുന്നു, അതെല്ലാം എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് യു നോ വെൻ വി കം ഹിയർ നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഈ വിസ ശരിയാവണം, അങ്ങനെ ഇങ്ങനെ. ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകാന്ന് പറഞ്ഞോളൂ. ആൻഡ് അഗെയിൻ അഭിനവ് സീപ്രീച്ച് ലിറ്ററലി അവൻ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നതാണ്. ജോക്സ് അപ്പാർട്ട്, അവൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞത് ഇത്രയാണ്, നീ ഒരു 6 മാസം നിൽക്ക്, 6 മാസം നിന്നിട്ട് നിനക്ക് ഇവിടെ ഒരു ഐ റിയലി ലവ്ഡ് മൈ ജോബ്. റേഡിയോ കേരളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിനും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഫുൾ ഓൺ പവർ, എനിക്ക് രാവിലെ കണ്ണ് തുറക്കുന്നതേ ഓർമ്മയുള്ളൂ, രാത്രി കിടന്നുറങ്ങുന്നത് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം ഒരു 3 മണി 4 മണിക്ക് വന്ന് കിടക്കും, 6 മണിക്ക് വീണ്ടും എഴുന്നേക്കും, വർക്ക് ചെയ്യും. അതായിരുന്നു എൻ്റെ റൂട്ടീൻ. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ റെസ്റ്റ് ചെയ്യാൻ സമയം, എനിക്ക് കറക്റ്റ് ഒരു ഓഫീസ് ജോബ് പോലെയൊക്കെ ആകാൻ തുടങ്ങിയപ്പം എനിക്കത് തീരെ പറ്റുന്നില്ല. എനിക്കപ്പോൾ അവിടുത്തെ വർക്കൊക്കെ പോകുന്നു, അതെനിക്ക് കൺസേൺ ആകാൻ തുടങ്ങി. അപ്പം ഇത് കാരണം ഞാൻ തിരിച്ചു പോവാം നിർത്താം എന്നൊക്കെ ഉള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഗീവ് 6 months, നീ വന്നിട്ടൊരു 6 months കൊടുക്കൂ, അത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ നോട്ട് ഓക്കെ നിനക്ക് പോകാം, പിന്നെ ഞാനൊന്നും പറയില്ല എന്നുള്ളത്. നൗ ഇറ്റ്സ് ദ 5th month സക്സസ്ഫുള്ളി. അല്ല, നൗ ഐ ആം ലവിങ് ദുബായ് ഓൾസോ. ഫിലിംസ് ടോക്കിംഗ് അബൌട്ട് ഫിലിംസ്, കുറച്ച് പടങ്ങൾ ചേച്ചി ചെയ്തിട്ടുണ്ട്. ബട്ട് പത്മയിലൊക്കെ നോട്ടബിൾ വർക്കാണ്. ഭയങ്കര അല്ല, ഭയങ്കര അതൊക്കെ ഒരു ക്രൂഷ്യൽ ഡിസിഷനാ, ഇങ്ങനെ ഒരു റോള് ഞാൻ ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അല്ലേ. എന്നോട് വിളിച്ചിട്ട് എന്നോട് തമ്പിളിയാനാണ് പറയുന്നത്, അനൂപേട്ടൻ നിന്നെ വിളിക്കണം, പെട്ടെന്ന് വരണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ പെട്ടിയും കിടക്കെ എടുത്ത് അനൂപേട്ടനെ കാണാൻ പോയി. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു. അപ്പം ചെല്ലുന്നു, അനൂപേട്ടൻ എന്നെ ഒന്ന് നോക്കണു, ഇങ്ങനെയാണ് ക്യാരക്ടർ, ഓക്കെ എന്ന് പറയുന്നു, ഞാൻ ചെയ്യുന്നു. നമ്മൾ എന്താണെന്നറിയോ, നമ്മളൊരു സാധനത്തിനെ പറ്റി ഭയങ്കരമായിട്ട് ചിന്തിച്ച് ബോധർ ചെയ്യുമ്പോഴാണ് അത് നമുക്കൊരു ബോധറൻസ് ആവുന്നത്. നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നില്ല, ഒരു ഗട്ട് ഫീൽ ഉണ്ടാവുമല്ലോ, ഇത് ചെയ്താൽ നല്ലതാണെന്നുള്ളത്. ആൻഡ് അനൂപേട്ടൻ മേക്സ് us വെരി കംഫർട്ടബിൾ ഇൻ ഹിസ് സെറ്റ്. നമുക്ക് അതിനകത്തൊരു കംഫർട്ടബിലിറ്റി. ആക്ച്വലി പുള്ളിയെ വിചാരിച്ചില്ല ഞാൻ ആ ഡാൻസ് അങ്ങനെ കളിക്കുമെന്ന്. പുള്ളി ഞെട്ടിപ്പോയി. ആ പാട്ടുണ്ടായിരുന്നില്ല സിനിമയിൽ. അതൊരു ജസ്റ്റ് ഒരു 3 seconds, ഒരു 30 seconds ഒക്കെ വരുന്ന ഒരു ചെറിയൊരു ഗ്ലിംസ് മാത്രമായിരുന്നു. ഇങ്ങനെ കളിക്കണോ, സുരഭിച്ചേച്ചി വരുന്നു, കാണണു എന്നുള്ളത്. എന്നോട് പറഞ്ഞു, മറ്റേ തക്ക് തക്ക് കരുണിയിലേക്ക് ആ പാട്ട് ഇട്ട് തരാം, കളിച്ചോ നീ അങ്ങ് എന്ന് പറഞ്ഞു. അത് ഫുള്ള് ഞാൻ കമ്പോസ് ചെയ്ത് ഞാൻ കയറി അങ്ങ് കളിച്ചു. ഞാൻ ആ പാട്ട് മൊത്തം കളിച്ചു. അനൂപേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി അടുത്തത്. ഞാനപ്പോൾ ലിപ്പ് കൊടുത്താ കളിച്ചത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ലിപ്പ് പാട്ട് പാടിക്കൊണ്ടേ. അപ്പം എന്നോട് പറഞ്ഞു, ലിപ്പില്ലാതെ കളിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഞാൻ ലിപ്പില്ലാതെ കളിച്ചു. ലിപ്പില്ലാതെ കളിച്ച് അത് ആ പാട്ടിനകത്ത് നോക്കിയാലും അറിയാം, ആ സമയത്ത് എനിക്ക് IBS വന്നിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ. അത് കഴിഞ്ഞിട്ട് ഇവര് സിത്താര ചേച്ചീനെ വിളിച്ച്, ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗേഴ്സ് സിത്താര ചേച്ചി. അപ്പം സിത്താര ചേച്ചീനെ വിളിച്ച് ഇതിനു വേണ്ടി പാട്ട് എഴുതിപ്പിച്ചിട്ട് ആ ഔച്ച് മാത്രമേ ഉള്ളൂ മറ്റേതിനകത്തുനിന്ന് എടുത്തത്. ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ പാട്ട് എഴുതിപ്പിച്ചിട്ട്. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഗ്രേറ്റ്ഫുൾ. കാരണം എനിക്ക് വേണ്ടി ഒരു പാട്ട് എഴുതിയതൊക്കെ പറയുമ്പോഴത്തേക്ക് അത് പടത്തില് എന്നുണ്ടായി എനിക്ക്. അപ്പൊ അങ്ങനെ അത് ഫുള്ള് ഇതിനകത്തിട്ടു. അപ്പൊ അനൂപേട്ടന് ഇതൊരു ഡ്രീമി സാധനം പോലെ വേണം എന്ന് പറഞ്ഞിട്ട് വയനാട് വെച്ചിട്ടാണ് നമ്മൾ അടുത്തത് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഐ ഗോട്ട് IBS. ഞാൻ ഭയങ്കര ലീനാണ്. അങ്ങനെയാണ് ആ രണ്ടാമത്തെ ആ റെഡ് ഡ്രസ്സിലുള്ള പോർഷൻ എടുക്കുന്നത്. അതങ്ങനെ എടുത്തിട്ട് അങ്ങനെ വന്ന സോങ് ആണ് അത്. ഭയങ്കര അന്നത്തെ റീൽസ് തന്നെയാണ് തോന്നുന്നു. ഭയങ്കര റീൽസിലൊക്കെ ഭയങ്കര ഇതായിരുന്നു ആ ഒരു ഭാഗം. എന്നോട് കുറേ പേര് ചോദിക്കും. ഞാൻ വിചാരിച്ചില്ല അത് അത്രയും. അനൂപേട്ടൻ എന്നോട് പറയുന്നത് കേരളക്കരെ ഞെട്ടിക്കുന്ന ഐറ്റം ഡാൻസറായി മാറുമോന്ന്. ഞാനപ്പം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അത് അത്രയും. അത് ആക്ച്വലി പടം ഇറങ്ങിയ സമയത്ത് അത്രയും ഹൈപ്പ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ഇത് OTT വന്നു കഴിഞ്ഞപ്പം കുറേ പേര് റീലിലും ഒക്കെ ഇത് കട്ട് ചെയ്തിട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായി. പൊതുവെ ഒരു സംഭവം
ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് ഇപ്പം നിങ്ങളുടെ ഡയറക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയിലോ ആർട്ടിസ്റ്റിൻ്റെ ഇടയിലോ സീരിയൽ കഴിഞ്ഞാൽ സിനിമയിലേക്കുള്ള പാത കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നുള്ളത്. ഹൗ ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് ഇസ് ട്രൂ. ഇസ് ഇറ്റ്? ഇറ്റ് ഇസ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് വർക്ക് വിത്ത് ബോത്ത്. ഇപ്പം ഞാൻ സിറ്റ്കോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ ഫ്യൂ തലയിലെഴുത്തും കൂടെ വളരെ നല്ലതായിരിക്കണം അങ്ങനെ കയറി വരണം എന്നുണ്ടെങ്കിൽ സിറ്റ്കോം ഈസ് ഫൈൻ. കാരണം സിറ്റ്കോമിന്റെ ഒരു രീതിയും ഒക്കെ വേറെ. വെൻ ഇറ്റ് കംസ് ടു സീരിയൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തിങ്ക് ചെയ്യുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ അതിനൊരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് വേ ഉണ്ട്. അത് നമ്മളപ്പോൾ കുറേ ഒരു 6 വർഷം അത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലായി പോകും. നമ്മുടെ മാനറിസവും ഡ്രമാറ്റിക്കിൻ്റെ അപ്പുറം നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെ ഒരു രീതിയിലേക്ക് സെറ്റ് ആവും. ഇപ്പം പിന്നെ കുറേയും എല്ലാവരും എനിക്ക് തോന്നുന്നു വെബ് സീരീസും ഒക്കെ അറ്റ് ദ സെയിം ടൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർക്ക് ഡയറക്ടേഴ്സിന് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് ഇവരെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പം ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, ആളുകൾക്ക് കുറവൊന്നുമില്ല, ഡെയിലി ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് ഡിഫിക്കൽട്ടി കുറവാണ് ഇപ്പം. അത് കാരണമുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് ഇവരെ വേണ്ട എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം അത് നമുക്കും ഫേസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫേസ് കുറേ ഫെമിലിയർ ആയിപ്പോയി. അപ്പം ഒരുപാടായി കഴിയുമ്പോൾ ഇവർക്ക് ഫ്രഷ് ഫേസ് വേണം എന്നുള്ളൊരു റിയലി നെസസറി. എനിക്ക് അതൊരു ഭയങ്കര ഒരു ബേർഡൻ പോലെ തോന്നിയിട്ടുള്ള ഈ ഒരു അതാ ഞാൻ പറഞ്ഞത്. ഇറ്റ് ഇസ് നോട്ട്. എല്ലാവരും വിചാരിക്കും ഇൻഡസ്ട്രിയിൽ കയറാനാണ് പാടുന്നത്. നോ, ദ സർവൈവൽ ഈസ് ദ മെയിൻ തിങ്. കാരണം ഇത് കയറാൻ വളരെ എളുപ്പമാണ്. കയറാൻ ഇപ്പം നിങ്ങളൊരു ഫ്രഷ് ഫ്രൈസ് ആയി നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അത്യാവശ്യം അഭിനയിക്കാൻ അറിയാമെങ്കിൽ കയറാം. പക്ഷെ ഇതിൽ സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് കുട്ടീനെ അതിലെല്ലാം ഒരുപാട് കണ്ടതാ, നമുക്കിത് വേണം, നമുക്ക് പുതിയ ആരെങ്കിലും എടുക്കാം. ആൻഡ് ഓൾസോ വേജസ് ആർ ലോ. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടത് കൂടുതലാണ്. മറ്റൊരു ന്യൂ ഫേസ് ആണെങ്കിൽ ഇത്രേ ഉള്ളൂ കേട്ടോ, ആദ്യത്തെ പടമൊക്കെ അല്ലേ, നമ്മളെ കൂടെ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് അല്ലേ. എക്സാക്ട്ലി. ഈ വാക്കും വെച്ചോണ്ട് അങ്ങ് ഇതാവും. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരെയും നമുക്ക് അടച്ചു പറയാനൊന്നും പറ്റില്ല. ചില അപ്പോൺ ദ പ്രൊഡക്ഷൻ കമ്പനി, ഡയറക്ടർ, ഇതിനകത്ത് കുറേ ടെക്നിക്കൽ ഇതുണ്ടല്ലോ, അതെല്ലാം ഒത്തുവരുന്നതനുസരിച്ചിരിക്കും. ചോദിക്കണ്ട എന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒരു വിഷമമുള്ള കാര്യമാണ്. കുറെ അബ്യൂസസ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. വൺ തിങ് യു കുഡ് ടെൽ ടു ദ പീപ്പിൾ ഔട്ട് ദെയർ ഹൂ ഫേസസ് ദീസ് തിങ്സ്? നോ വൺ ഈസ് ബിഗർ ദാൻ യു. ദാറ്റ്സ് ദ അൾട്ടിമേറ്റ് തിങ്. ആരും നമ്മളെക്കാൾ വലുതല്ല. നമുക്ക് ആ ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാവും. നമുക്ക് അവരൊക്കെ ഇങ്ങനെ കൊന്നിരുന്നെങ്കിലെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ കർമ്മ ഈസ് റിയലി എ ബിച്ച്. കാരണം എൻ്റെ മുമ്പിൽ എനിക്കങ്ങനെ ഇതായിട്ടുള്ളത് എൻ്റെ റിവെഞ്ചസ് ആർ ഡൺ. Yeah, it is. And ഞാനത് I am very satisfied in that. I am very satisfied for the almighty. കാരണം കൃത്യമായി കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. കാരണം കർമ്മ റിയലി ഈസ് എ ബിച്ച് എന്നുള്ളത് ഞാൻ തന്നെ വിചാരിച്ചു, ഇത്ര വേണമായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ച കാര്യമുണ്ട്. പക്ഷെ ഈ പറയുന്നത് പോലെ ആരും നമ്മളെക്കാൾ വലുതൊന്നും അല്ല. നമുക്ക് വോയിസ് ഔട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വോയിസ്, അന്ന് എനിക്ക് ആരെങ്കിലും അത് പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 അടിച്ച് പൊട്ടിച്ചിട്ട് വരുള്ളായിരുന്നു. പക്ഷെ അന്ന് ചെറിയ പ്രായം, നമുക്കൊന്ന് ഇപ്പം ഈ പിള്ളേർക്കൊക്കെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ദേ മൈറ്റ് ബി സീയിങ് ദിസ്. ആരും നമ്മളെക്കാൾ വരുതല്ല. ഈ പറയുന്ന പോലെ പറയേണ്ടത് ആരാണെങ്കിലും മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കൊലക്കുറ്റൊന്നും ഇല്ലല്ലോ, കൊല ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയും. നമുക്ക് നാശമുണ്ടാക്കുന്ന ഒരു പരിപാടി ആരും ഇങ്ങോട്ട് ചെയ്യാം. നമുക്ക് മനസ്സമാധാനം കെടുത്തുന്ന ഒന്നും ചെയ്യാതിരിക്കുക. കാരണം വൺസ് അത് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രോമ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കും. എനിക്ക് പിന്നെ ഈ പറയുന്നത് പോലെ എൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഒരു കംബാക്ക് പോലൊക്കെ ഇങ്ങനെ ഒരു റിവെഞ്ച് അറ്റൈൻഡ് എന്നുള്ളൊരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റിയത്. പക്ഷേ ദാറ്റ് വിൽ ഹാപ്പൻ. അത് ഫോർ ഷുവർ ദാറ്റ് വിൽ ഹാപ്പൻ. കാരണം ടൈം എടുക്കും. നമ്മൾ അതിൽ കുറേ സഫർ ചെയ്യേണ്ടി വരും, കുറേ ഇതാകേണ്ടി വരും. ദാറ്റ് വിൽ ഹാപ്പൻ. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഒരു സെൽഫ് റിഗ്രറ്റ് ഉണ്ടാവും. ഈ പറയുന്ന പോലെ അയ്യോ നമുക്കങ്ങനെ പറ്റിയല്ലോ, ഒരു ഡെറ്റോൾ ഇട്ട് കഴുകിയാൽ തീരാവുന്നത് അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കും ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. നമ്മളെ ഈ പറയുന്ന പോലെ ഫിസിക്കലി ഒരാൾക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാനോ എന്തോ ആണെങ്കിലും പറ്റുള്ളൂ. നമ്മളെ മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം വി ക്യാൻ അച്ചീവ് ഹൈറ്റ്സ്. എന്താ മച്ചാൻ ഒരു റൗണ്ട് പോയാലോ? ഒരു റാപ്പിഡ് ഫയർ പോലെ പ്രിപ്പയർ ചെയ്തു. റാപ്പിഡ് ഫയർ അല്ല, ഒരു 2-3 സെലിബ്രിറ്റീസിന്റെ പേര് പറയാം. അവരെ പറ്റി ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഫസ്റ്റ് അനൂപ് മേനോൻ. Gem of a person. Oh, yeah. സുരഭി,
സുരഭി ചേച്ചി ഓൾസോ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. സെയിം വേർഡ് പറയണ്ട, വേറെ വേർഡ് പറഞ്ഞോളൂ. സുരഭി ചേച്ചി ഈ പറയുന്ന പോലെ ഇപ്പം ദുബായി വന്നിട്ടാണെങ്കിലും എന്നെ ശരിക്കും പറഞ്ഞാൽ സുരഭി ചേച്ചി ഈ പറയുന്ന പോലെ അന്ന് കണ്ടതേ ഉള്ളൂ. എനിക്ക് അന്നൊരു അഡ്വൈസ് തന്നു. അതുപോലെ ഇപ്പം ദുബായി വന്നിട്ട് സുരഭി ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശരത്തേട്ടൻ ഇസ് നൗ മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്. സുരഭി ചേച്ചിയുടെ ഫ്രണ്ട് ആയിരുന്നു അത്. ശരത്തേട്ടൻ്റെ അടുക്ക് പറയേണ്ട കാര്യം കൂടി ഇല്ല, പക്ഷെ ശരത്തേട്ടൻ്റെ അടുക്കയിൽ സുരഭി ചേച്ചി ചെന്ന് പേഴ്സണലി പറഞ്ഞു നമ്മുടെ കൊച്ചാ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഹി ഓൾവേസ് സ്റ്റിക്സ് അപ് ടു ദാറ്റ് വേർഡ്. എല്ലാ മിക്കപ്പോഴും വിളിച്ചിട്ട് ഓക്കെ അല്ലേ നീ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ, ശരത്തേട്ടനെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഷീ ഡസന്റ് നീഡ് ടു ഡു ദാറ്റ്. ലാസ്റ്റ് വീക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഇതായിട്ട്. അശ്വതി ശ്രീകാന്ത്, യാ ഈ പറയുന്നത് പോലെ ഒരു ചേച്ചി ഫിഗറാണ് കൂടുതലും. ഒരു കാരണം അത് ഫാമിലി പോലെ ആയി. അതിനകത്ത് ആരെ ചോദിച്ചാലും അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. ആസിഫ് അലി, ആസിഫിക്ക ഞാനിങ്ങനെ പറഞ്ഞ പോലെ ഞാൻ സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഫസ്റ്റ് കണ്ട ഭയങ്കര ഒരു ഹ്യൂമൻ എന്ന് പറയാം. കാരണം ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട്, പല വിധത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉള്ളവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്നും അല്ലായിരുന്ന സമയത്താണ് ആസിഫിക്ക എന്നെ കാണുന്നത്. എന്നെ ഈ പറയുന്ന പോലെ രജനീകാന്ത് മാത്രമേ ആസിഫിക്ക അറിയുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അറിയില്ല. അങ്ങനെ കണ്ട സമയത്തും ഈ രജനീകാന്ത് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ രാവിലെ കണ്ണുറക്കുമ്പോൾ കാണുന്നത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ആകെ 1000 ഫോളോവേഴ്സ് ഉള്ളതിനകത്ത് 1001 ആസിഫിക്ക. അമ്പോ അയ്യോ, ഹിസ് എ വെരി ഐ ഡോണ്ട് നോ, ഹിസ് എ ഹ്യൂമൻ. ഒരാളും കൂടി ഉണ്ട്, അതെന്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ, മോഹൻലാൽ. എനിക്കൊരു 2-3 തവണ മീറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് പേഴ്സണൽ തിങ് ഓർ നമ്മൾ ഈ പറയുന്ന പോലെ ആരാധിക്കുന്ന സമയത്ത് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഒരു തവണ ഒരു അവാർഡ് ഷോയ്ക്ക് ഞാൻ ഇതിനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ +2 പഠിക്കുന്ന കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ്, ഏഷ്യാനെറ്റിൻ്റെ അവാർഡ് ഷോയ്ക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ പുറകിൽ എനിക്ക് അന്ന് കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര നാണക്കേടാണ്. അപ്പം ഞാൻ ഇങ്ങനെ പുറകിൽ, അപ്പോൾ അന്ന് കുഞ്ഞായിരുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ വിക്രമിനെ മോഹൻലാലിനെ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ ഇട്ടുപോയില്ല, ഞാൻ ഇതിൻ്റെ പുറകിൽ ഒളിച്ചൊക്കെ നിന്നിട്ട് അന്ന് ഞാൻ ലാലേട്ടനെ തൊട്ടിട്ടുണ്ട്. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് വാസ് ഗ്രേറ്റ് അല്ലേ. കുറേ ഞാൻ പറയട്ടെ, പോഡ്കാസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇൻസ്പിറേഷൻ നിറഞ്ഞ ഒരു പോഡ്കാസ്റ്റ്. ഡിഫറൻസ് ആണ്, ഉപദേശം കുറേ അത് ഉപദേശം പോലെ അല്ല. എനിക്കൊരു 5 മണിക്കൂർ നിങ്ങൾ പോഡ്കാസ്റ്റ് വെച്ചാലോ അത്രയും സംസാരിക്കാൻ എനിക്ക് ഉണ്ടാവും. ഞങ്ങൾ വിളിക്കും 5 മണിക്കൂറത്തേക്ക് അതേപോലെ തന്നെ പറയുന്ന ഇങ്ങോട്ടൊന്നും അങ്ങോട്ട്. യെസ്, ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ലൈഫിൽ വന്നു പോയിട്ടുണ്ടാവുമല്ലോ. എന്നോട് കുറേ പേര് ഇപ്പം ഈ പറയുന്നത് പോലെ ഞാൻ ഫസ്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴും ഈ ഡിപ്രഷൻ്റെ കാര്യമൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴും എന്നെ പറഞ്ഞു അയ്യോ ഇതൊന്നും പറയണ്ട. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ വീക്ക് സൈഡ് പറഞ്ഞത് ഇതാ. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു റിയലൈസേഷൻ വന്നത്, വി ഷുഡ് ടോക്ക്. എന്തിനാണ് ഇത് പിടിച്ചു വെച്ചിട്ട്, നമ്മൾ മനുഷ്യനല്ലേ, നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മളെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കരുതല്ലോ. നമുക്കും ഈ പറയുന്ന പോലെ അപ്സും ഡൗട്ട്സും ഒക്കെ ഉണ്ടാവും. ഇപ്പം പക്ഷേ എല്ലാം ദാറ്റ് ഈസ് ലൈഫ്, സിംപ്ലി ദാറ്റ് ഈസ് ലൈഫ്. നമുക്കൊന്നുമില്ല, എല്ലാം എപ്പോഴും ഹാപ്പി ആണെങ്കിൽ ഒരു രസമില്ലല്ലോ, പിന്നെ പറയാൻ കഥയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഒരു രസമില്ലേ, കുറച്ച് മസാല കുറച്ച് ഉപ്പ് ഒക്കെ ഇല്ലേ, അപ്പോൾ ദാറ്റ്സ് ഓക്കെ. ഇറ്റ് വാസ് ഗ്രേറ്റ്. നമുക്ക് സമയം തീർന്നു, സമയം ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു എപ്പിസോഡാ, ഞങ്ങളെല്ലാരും അടിപൊളിയത്. നല്ലൊരു എപ്പിസോഡാ. ആൻഡ് ഓൾസോ ഞാനിത് നേരത്തെ ഒന്ന് പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ യുവർ നെയിം ഇസ് വെരി അട്രാക്റ്റീവ്. ഞാൻ ഈ പോഡ്കാസ്റ്റിന് വരാൻ കാരണമേ അണ്ടർ അറസ്റ്റ് എന്ന് പറയുന്ന നെയിം കാരണമാണ്. ദാറ്റ്സ് എ വെരി ജെനുവിൻ ഒപ്പീനിയൻ. കാരണം വളരെ രസമുണ്ട്. ബ്രദർ ആണെന്നല്ലേ പറഞ്ഞത് ഇട്ടത് ഈ പേര്, ബ്രദറിനോട് ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞത്. ഇറ്റ് ഇസ് വെരി ഗുഡ് നെയിം, വെരി ക്യാച്ചി, രസമുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ടാഗ് ലൈൻസ് നല്ല രസമുണ്ട്. ദിസ് പേഴ്സൺ അണ്ടർ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഗുഡ്. ഓക്കെ, അതായത് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ വരാൻ കാണിച്ച ആ വിശാല മനസ്സിൽ ഒരുപാട് നന്ദി. ഇത്രയും തിരക്കിന്റെ ഇടയിലും ഒരുപാട് ഷൂട്ട്സിന്റെ ഇടക്കിലും അല്ല ഇപ്പൊ FM വർക്ക് ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്ക് വരാൻ പറ്റിയ ഒരു ബിസിനസ് എല്ലാം കൂടി ഒരു സെറ്റ് മനോഭാവമാണ്. ലൈക്ക് നമുക്കൊരു മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷൻ കാരണം ഈ ചാനൽ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ ബീങ് ഹിയർ. ഇനിയും വരണം എപ്പോഴേലും ഒക്കെ, ആരെങ്കിലും ഒക്കെ കൂട്ടിട്ട് വായോ, വെറുതെ വായോ. കുറെ കഥകളൊക്കെ ആയോ, ന്യൂ കഥകളൊക്കെ ആയിട്ട്. എനിക്ക് കഥകൾക്ക് ഒരു ക്ഷാമില്ല, അപ്പൊ പഴയ കഥകളും പുതിയ കഥകളും കൂടി യെസ്. എനിവേ ഇനിയും നമുക്ക് കാണാൻ പറ്റട്ടെ. ഈ പറയുന്ന പോലെ ഞാൻ ദുബായ് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം പോകെ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മൈൽ സ്റ്റോൺസിൽ നിങ്ങളെ വീണ്ടും മീറ്റ് ചെയ്യാൻ പറ്റട്ടെ.
ആൻഡ് നിങ്ങളും കീപ് ഗോയിങ്. തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, തളരാതിരിക്കുക. ഒരിക്കലും ഇല്ല. അതാണ് ഏറ്റവും സീൻ സാധനം. അത് കറക്റ്റ് ആണ് ആക്ച്വലി. യെസ്, ദാറ്റ്സ് ട്രൂ. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും എടാ ഇത് നിന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പേരുണ്ടാവും. അവിടെ നിന്ന് പോരുത്. യെസ്, അത് മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം. എന്നാ പിന്നെ കാണിച്ചു തരാം എന്നുള്ളൊരു സാധനം എടുത്താൽ അപ്പൊ പ്രശ്നമില്ല. അതാണ് സാർ. അതാണ് എന്റെ യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ബൈ.